Hello and welcome to One Eyes Academy. Welcome to the last day of 5-day Civil Services Workshop. അപ്പോൾ നമ്മളങ്ങനെ ഒരു 4 ദിവസത്തെ പ്രയാണത്തിന് ശേഷം 5ാമത്തെ ദിവസം എൻഡിങ് ഡേയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻഡിങ് ഡേ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കണം, കുറച്ചുകൂടി നമ്മൾ ഓൾറെഡി UPSC എന്താണെന്നും സിലബസ് എന്താണെന്നും എന്തൊക്കെ റിസോഴ്സുകളാണ് കളക്ട് ചെയ്യേണ്ടത്, കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി നമ്മൾ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന വളരെ വലിയൊരു ജേണിയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ജേണിയിലേക്ക് കടക്കുന്നതിന് മുന്നായി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. അതായത് റിസർച്ച് വർക്ക്. ദാറ്റ് മീൻസ് പ്രിലിംസ് ആൻഡ് മെയിൻസ് പ്രീവൈക്യൂ റിസർച്ച് വർക്ക്. ഓക്കെ, ഇത് പലപ്പോഴും പല അക്കാദമികളോ പ്രോത്സാഹിപ്പിക്കാറില്ല. അതുപോലെ തന്നെ ആസ്പിറൻസ് സ്വമേധയാ ചെയ്യാത്തതുമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു റിസർച്ച് വർക്ക് എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നിങ്ങളോട് PYQ ചെക്ക് ചെയ്യണം, PYQ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതല്ലാതെ നിങ്ങളുടെ കയ്യിൽ അവിടെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു അട്ടി അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ PYQs അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കണം. അപ്പോൾ അത് ചുമ്മാ എടുത്ത് ഒരുപാട് പേജുകൾ മറിച്ചിട്ട് നോക്കിയത് കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇല്ല. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റിസർച്ച് വർക്കിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് മനസ്സിലാക്കും. അപ്പോൾ റിസർച്ച് വർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്നത്തെ 5 ദിവസത്തെ സെഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ 5ാമത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഈ റിസർച്ച് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് കൊണ്ടോ, ഒരുപാട് നോളജുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ, റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് കൊണ്ടോ സിവിൽ സർവീസ് ക്വാളിഫൈ ചെയ്യണമെന്നില്ല. സിവിൽ സർവീസ് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ UPSC എന്താണ് ചോദിക്കുന്നത്, UPSCയുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണ്, ഏത് സബ്ജക്റ്റാണ് കൂടുതൽ വെയിറ്റേജ് UPSC ചോദിക്കുന്നത്, ഞാൻ അത്രയും ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് നിങ്ങൾ പ്രിപ്പറേഷൻ ജേണി തുടങ്ങാൻ പോകുന്നതിന് മുന്നേ നിങ്ങളൊരു 1 ഇയർ ജേണി തുടങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി എന്ന സബ്ജക്റ്റ് ഒക്കെ വരുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ വലിപ്പമായിരിക്കും ആദ്യം നോക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററി കുറേ ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ എക്കണോമിയിൽ 4 ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഉള്ളൂ, ജോഗ്രഫിയിൽ ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പം ഇതൊക്കെ പഠിക്കണമോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പഠിക്കേണ്ടതായിട്ടില്ല. ബട്ട് എല്ലാത്തിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലാതെ നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടില്ല. ഓക്കെ, അതായത് നിങ്ങളൊരു ഫ്ലോ, ഒരു സ്ട്രക്ചർ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ പഠിച്ചാൽ മാത്രം മതിയോ? ഇല്ല, നോളജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഈ നോളജ് കൊണ്ട് എങ്ങനെയാണ് UPSC ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത് അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ UPSCന് PYQ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ PYQ എടുത്ത് നോക്കുന്ന സമയത്ത് അതേ ടൈമിൽ തന്നെ PYQയിൽ ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലും UPSC ഫ്രെയിം ചെയ്യുന്നതല്ല. UPSC ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ സിലബസിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് UPSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഏത് പോർഷനാണ് UPSC ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മൾ ഇന്ന് 2025 മെയിൻസിൻ്റെ GS പേപ്പർ 1, 2, 3 മെയിൻസിൻ്റെ പേപ്പേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പ്രിലിംസിൻ്റെ പേപ്പേഴ്സും കൂടെ നമുക്ക് ചെയ്യാൻ ടൈം ഉണ്ടായിരിക്കില്ല. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ കുട്ടികളെ കൊണ്ട് ഈ ഒരു റിസർച്ച് വർക്ക് ചെയ്യിപ്പിച്ച് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ മുന്നോട്ടേക്ക് പോവുള്ളൂ. അപ്പോൾ നമുക്ക് മെയിൻസിൻ്റെ റിസർച്ച് വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്തിനാണ് റിസർച്ച് വർക്ക് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അനാലിസിസ് കിട്ടും. UPSC എന്താണ്, ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് കോൺസെപ്റ്റുകൾ വളരെ ക്ലാരിറ്റിയോട് കൂടി പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ എന്നൊക്കെ പറഞ്ഞ് എക്കണോമിയിൽ പഠിക്കുന്ന സമയത്ത് ഈ ഏരിയയിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏതൊരു പാറ്റേണാണ് UPSCയുടെ ഫോർമാറ്റ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഓക്കെ, സോ വിത്തൗട്ട് ആൻഡ് ഡ്യൂ നമുക്ക് ഫസ്റ്റ് GS പേപ്പർ 1ലേക്ക് പോകാം. 2025 GS പേപ്പർ 1 ആണ് നമ്മൾ എടുക്കുന്നത്. സോ ആദ്യം തന്നെ കണ്ടാൽ നിങ്ങൾ വളരെയധികം പേടിക്കണമെന്ന് പറയില്ല. ആദ്യം തന്നെ ഞാൻ റിസർച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങളൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു മന്തിൽ ഉടനെ തന്നെ UPSCയിലേക്ക് എടുത്ത് ചാടാൻ ഒരിക്കലും നിൽക്കരുത്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ റിസർച്ച് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സിലബസിൻ്റെ വെയിറ്റേജ് അറിഞ്ഞതിന് ശേഷം മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് നിങ്ങളുടെ സ്റ്റഡി പാറ്റേൺസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം. അപ്പോൾ ഇവിടെ ഞാൻ GS പേപ്പർ 1ൻ്റെ സിലബസ് ഒരു പാർട്ടായിട്ട് ഞാൻ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ GS പേപ്പർ 1 നമ്മൾ ഓൾറെഡി സിലബസ് എക്സ്പ്ലനേഷനിൽ പറഞ്ഞ കാര്യമാണ് ഇന്ത്യൻ കൾച്ചർ, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. അതായത് ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇത് സിലബസ് എക്സ്പ്ലനേഷൻ കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ പ്ലേലിസ്റ്റ് നോക്കുക. യൂട്യൂബ് പ്ലേലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ഫസ്റ്റ് സിലബസ് നിങ്ങൾക്ക് കാണാൻ സിലബസ് എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കൾച്ചർ, സൈലന്റ് ആസ്പെക്ട്സ് ഓഫ് ആർട്ട് ഫോംസ്, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ ഫ്രം ആൻഷ്യന്റ് മോഡേൺ ടൈംസ്. അതാണ് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് നിന്ന് വരുന്ന ഏരിയ. ദെൻ മോഡേൺ ഹിസ്റ്ററി, ഈ പറഞ്ഞിട്ടുള്ള 2 ഏരിയാസാണ്. ഈ 2 പോയിന്റുകളാണ് മോഡേൺ ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, മിഡൽ ഹിസ്റ്ററി ഇല്ല എന്ന് ഓൾറെഡി പറഞ്ഞു. ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, ഇതാണ് നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നായിരിക്കും. ദെൻ കംസ് ടു വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, വേൾഡ് ഹിസ്റ്ററിക്ക് ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്ക് നോക്കാം സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി,
റോൾ ഓഫ് വുമൺ ആൻഡ് വുമൺ ഓർഗനൈസേഷൻ, എഫക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഇന്ത്യൻ സൊസൈറ്റി, സോഷ്യൽ എംപവർമെൻറ്റ്, കമ്മ്യൂണലിസം, റീജിയലിസം, സെക്യുലറിസം, സൈലന്റ് ഫീച്ചേഴ്സും. ഓക്കെ, അതെത്തണ്ട, നമുക്ക് ഈ ഒരു ഏരിയ വരാം. ഈ ഒരു ഏരിയ വരെ നമുക്ക് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയയിലേക്ക് പെടുത്താം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ GS പേപ്പർ 1 നമുക്കറിയാം ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ട്, മോഡേൺ ഹിസ്റ്ററി ഉണ്ട്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ സൊസൈറ്റി. ദെൻ കംസ് ടു ജോഗ്രഫി. ജോഗ്രഫി വരുന്ന എങ്ങനെയാണ്? സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് വേൾഡ് ഫിസിക്കൽ ജോഗ്രഫി, ദെൻ ജോഗ്രഫിക്കൽ നാച്ചുറൽ റിസോഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഫിനോമിനാസ്, എർത്ത് ക്വേക്ക്, ടെക്ടോണിക് പ്ലേറ്റ് ആക്ടിവിറ്റീസ്, സുനാമി, വോൾക്കാനിക് ആക്ടിവിറ്റീസ്, അതുകൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസുകൾ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ജോഗ്രഫി. അപ്പോൾ നമ്മൾ ഒരു ഓവറോൾ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഓക്കെ, GS പേപ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണെങ്കിലും പറയണം ആർട്ട് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററിയും, അതായത് ആർട്ട് ആൻഡ് കൾച്ചറും ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റിയും ജോഗ്രഫിയും എന്ന് പറഞ്ഞാൽ 4 പേപ്പേഴ്സുകൾ, 4 സബ്ജക്റ്റുകളാണ് GS പേപ്പർ 1 കവർ ചെയ്യുന്നത്. അത് നിങ്ങൾ ഇനി ഒരു കാലത്ത് മറന്നു പോയത്, ആര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഇൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും GS പേപ്പർ 1 എന്താണ് ചോദിക്കുന്ന സമയത്തൊക്കെ ഈ 4 സബ്ജക്റ്റുകളാണ് വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വെക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ വെക്കുമ്പോൾ തന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് നോട്ട് മേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഉപകാരം കിട്ടും. നിങ്ങൾ പേപ്പർ നോക്കുന്ന സമയത്ത് ഓക്കെ ഇത് ആർട്ട് ആൻഡ് കൾച്ചറാണ്, ഉടനെ തന്നെ നിങ്ങൾക്ക് GS പേപ്പർ 1 പോകും. അതിനുശേഷം ആ ഒരു ഏരിയയിലേക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ വിടാം, നമുക്കിപ്പോൾ ജോഗ്രഫിയുടെ ഒരു ആർട്ടിക്കിളാണ് നിങ്ങൾ വായിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഓക്കെ ഇത് ജോഗ്രഫിയാണെന്ന് കണക്ട് ചെയ്തു, GS പേപ്പർ 1 ബുക്ക് ഓപ്പൺ ചെയ്യുന്നു, എഴുതാൻ തുടങ്ങുന്നു. അപ്പോൾ എന്താണ് കണക്ട് ചെയ്യുന്നത്? അപ്പോൾ അത് ജോഗ്രഫിക്കൽ ഒരു ഫീച്ചറാണോ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ജോഗ്രഫിയാണോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ കീൻ റിസോഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണോ ചോദിക്കുന്നത്, അതോ ഇൻഡസ്ട്രീസിനെ പറ്റിയാണോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഫിനോമിനാസ് ആണോ ചോദിക്കുന്നത്? അപ്പോഴാണ് നമ്മൾ വീണ്ടും ജോഗ്രഫിനെ ബൈപ്പാർട്ട് ചെയ്ത് 3 പാർട്ടായിട്ട് ഓക്കെ നമ്മൾ സിലബസ് പോർഷനിൽ ഈ ഒരു ഭാഗം ഏർപ്പെടുത്തുന്നത്. അപ്പം ഇനി ഈ ഒരു ഏരിയസിന് നമുക്കൊന്നുകൂടി ഒന്ന് റെക്ടിഫൈ ചെയ്ത് പോകുന്നതിന് മുന്നേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2025 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിനെ പറ്റി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ GS പേപ്പർ 1 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ 2025. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ ആർക്കിടെക്ചർ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഹാരപ്പൻ ആർക്കിടെക്ചർ, അതായത് നമ്മളെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടാകുന്ന ഹാരപ്പൻ ആർക്കിടെക്ചറിൻ്റെ സൈലന്റ് ഫീച്ചേഴ്സ് എന്താണ്? നമുക്കറിയാം ഗ്രേറ്റ് ബാത്ത്, അതുപോലെ തന്നെ മറ്റൊരുപാട് ആർക്കിടെക്ചർ സിറ്റുവേഷൻസ് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. എന്തൊക്കെയായിരുന്നു അവിടുത്തെ ആർക്കിടെക്ചർ സവിശേഷതകൾ എന്താണെന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. 150 വേർഡ്സ് 10 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ വരാം. അപ്പോൾ ഞാൻ ഇവിടെ 1, 2 എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണാമെങ്കിൽ ഇവിടെ റോമൻ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 1, 2, 3, 4 എന്നിങ്ങനെ ഏകദേശം 13 വരെയാണ് റോമൻ നമ്പേഴ്സ് നൽകിയിട്ടുള്ളത്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ലഭിക്കും. പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തതിന് ശേഷം എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഓക്കെ ഈ പറഞ്ഞിരിക്കുന്ന ഏരിയ സിലബസ്, ഇങ്ങനെ ഒരു സിലബസിൻ്റെ പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് ചെയ്ത് കയ്യിൽ വെക്കാം. ഓക്കെ 1 എന്ന് പറഞ്ഞിരിക്കുന്ന പോർഷൻ, അപ്പോൾ 1 ഉടനെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. രണ്ടാമത്തെ, എക്സാമിൻ ദ മെയിൻ ആസ്പെക്ട്സ് ഓഫ് അക്ബർസ് റിലീജിയസ് സിങ്ക്രറ്റിസം. അതായത് അക്ബറിൻ്റെ റിലീജിയസ് പരമായിട്ടുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദിൻഹിലാഹി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മതം കൊണ്ടുവന്നിരുന്ന ആളായിരുന്നു അക്ബർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അക്ബർ എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണുക എന്നുള്ളത്, ഒരു സമന്വയിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. അപ്പം അക്ബറിൻ്റെ ആ ഒരു സമന്വയ വ്യക്തിത്വത്തിൽ എന്താണ് ചോദിച്ചത്, അതിനൊന്നും നമ്മളോട് എക്സാമിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, നിങ്ങൾക്ക് അതിന് തന്നെ പറയുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിൻ്റെ റിലീജിയസ് പരമായിട്ടുള്ള സമന്വയത്വം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ആൻഷ്യൻറ്റ് മിഡിവൽ ഹിസ്റ്ററിയിൽ വരുന്നതാണോ, അല്ലെങ്കിൽ ആൻഷ്യൻറ്റ് ഹിസ്റ്ററിയിൽ വരുന്നതാണോ, ഇങ്ങനെ ആർട്ട് ആൻഡ് കൾച്ചറിൽ വരുന്നതാണോ? അല്ല. അപ്പം ആൻഷ്യൻറ്റ് ഹിസ്റ്ററി ആൻഡ് മിഡിവൽ ഹിസ്റ്ററി ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കണക്കുന്ന എവിടെയായിരിക്കും? മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഫ്രം അബൌട്ട് ദ മിഡിൽ ഓഫ് ദ 18th century എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏകദേശം മുഗൾ രാജവംശത്തിൻ്റെ ഒരു ലാസ്റ്റ് പീരീഡ് മുതലാണ് നമ്മുടെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ നിന്നാണ് UPSC ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 എന്ന ഏരിയ എന്നുള്ളതാണ് നമ്മൾ 2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ 3ലേക്ക് പോകുന്ന സമയത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ സ്കൾപ്ചേഴ്സ് ഫിൽഡ് വിത്ത് ചണ്ടേല ആർട്ട് ഫോം വിത്ത് റെസിലിയൻറ്റ് വിഗോർ ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ലൈഫ് എലൂസിഡേറ്റ്. ഓക്കെ, അപ്പോൾ ചണ്ടേല ആർട്ട് ഫോംസിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചണ്ടേല ആർട്ട് ഫോംസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഖജുരാഹോ ക്ഷേത്രത്തിലെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചണ്ടേല ആർട്ട് ഫോംസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ദ സ്കൾപ്ചേഴ്സ് ഫിൽഡ് വിത്ത് ചണ്ടേല ആർട്ട് ഫോംസ് വിത്ത് റെസിലൻറ്റ് വിഗർ ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ലൈഫ്. അതായത് ആ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലാണ് പറയുന്നത്? ആ കാലഘട്ടത്തിൽ ചണ്ടേല ആർട്ട് ഫോംസിലൂടെ ആ കാലഘട്ടത്തിൻ്റെ വിവിധ ഭാഗങ്ങളെയാണ്, അല്ലെങ്കിൽ വിവിധ കാര്യങ്ങളെയാണ് മുന്നോട്ടേക്ക് നിൽക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ ഓക്കെ, അതായത് ഖജുരാഹോ ക്ഷേത്രത്തിൽ നിങ്ങൾ കാണപ്പെടുന്ന ഈ പറഞ്ഞിരിക്കുന്ന ആർട്ട് ഫോംസിൻ്റെ അല്ലെങ്കിൽ ശില്പങ്ങളുടെ പ്രത്യേകത എന്താണ്, ആ ശില്പങ്ങളിൽ കാണിച്ചിരിക്കുന്ന ജീവിത രീതി എങ്ങനെയാണ്, വികാരങ്ങൾ എങ്ങനെയാണ്, അതായത് ആ സമയത്തുള്ള സാമൂഹിക ജീവിതം എന്തായിരുന്നു, അതാണ് UPSC അവിടെ ചോദിച്ചിട്ടുള്ളത്. 10 മാർക്ക് 150 വേർഡ്സിന്. ഓക്കെ, സോ ഇവിടെ വരുന്ന സമയത്ത്
നമുക്ക് അപ്പോൾ ഇത് എങ്ങോട്ടേക്ക് പോകാം? ആർട്ട് ഫോംസിനെ പറ്റിയൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ആർട്ട് ഫോംസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആലോചിച്ചോളൂ, ഇത് ആർട്ട് ആൻഡ് കൾച്ചറാണ്. അപ്പോൾ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് 1. ഓക്കെ, 1 എന്തുകൊണ്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? ഇത് 1 എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ നിന്ന് വന്നുകൊണ്ടാണ് 1 മാർക്ക് ചെയ്ത് വെച്ചിട്ടോ. ഇങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ദെൻ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. How are climate change and the sea level rise affecting the very existence of many island nations? Discuss with examples. That means, how are climate change and sea level rise affecting the very existence of many island nations? അതായത് ഈ സീ ലെവൽ റൈസും ക്ലൈമറ്റ് ചേഞ്ചും എങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന വളരെ ദ്വീപ സമൂഹങ്ങൾ അല്ലെങ്കിൽ ദ്വീപ് രാജ്യങ്ങളെ എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്? അത് സീ ലെവൽ റൈസ് ചെയ്യുന്നു, ക്ലൈമറ്റ് ചേഞ്ച് കൂടുന്നു, ഐസ് കൂടുതൽ ഒരുക്കുന്നു, ജലത്തിൻ്റെ നിരപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു, ഈ ഐലൻഡ് നാഷൻസുകളൊക്കെ മുങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ആ ഒരു സാധനമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് എവിടെയാണ് വരാൻ സാധ്യതയുള്ളത്? ഫസ്റ്റ് നമുക്ക് ഈ സബ്ജക്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. സബ്ജക്റ്റ് ഏതാണ്? സീ ലെവൽ റൈസ്. അപ്പോൾ GS പേപ്പർ 1 സീ ലെവൽ റൈസ്, ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എൻവയറമെൻറ്റിലേക്ക് പോകാൻ, പക്ഷേ എൻവയറമെൻറ്റിലേക്ക് പോകരുത്. GS പേപ്പർ 1 നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻവയറമെൻറ്റ് GS പേപ്പർ 3 അപ്പോൾ ഇതിലേക്ക് പോകാം. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിലൊന്ന് വേഗം പറയാം. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്കൊന്ന് ഒരു ക്ലാരിറ്റി കിട്ടും, നിങ്ങളും കൂടി ഒന്ന് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഏതായിരിക്കും സബ്ജക്റ്റ് വരുന്നത്? ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് പോയി നോക്കാം. ജോഗ്രഫിയിൽ 3 ഏരിയാസാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് വേൾഡ് ഫിസിക്കൽ ജോഗ്രഫി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കീ നാച്ചുറൽ റിസോഴ്സസ്, ഇമ്പോർട്ടൻറ്റ് ജോഗ്രഫിക്കൽ ഫിനോമിന സച്ച് ആസ് എർത്ത് ക്വേക്ക്, സുനാമി, വോൾക്കാനിക് ആക്ടിവിറ്റി. 10, 11, 12 ആയിട്ട് ഇത് ഓക്കെ. അതായത് ഇമ്പോർട്ടൻ്റ് ജോഗ്രഫിക്കൽ ഫിനോമിന സച്ച് ആസ് എർത്ത് ക്വേക്ക്, സുനാമി, വോൾക്കാനിക് ആക്ടിവിറ്റി, സൈക്ലോൺ. അവിടെ ഒന്നും പെട്ടിട്ടില്ല. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് and their location changes in critical geographical features including water bodies and ice caps. ഓക്കെ, അപ്പോൾ ഐസ് ക്യാപ്സ്, വാട്ടർ ബോഡീസിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ലൊക്കേഷൻ ചേഞ്ചസ്, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ദർ ലൊക്കേഷൻ ചേഞ്ചസ്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐസ് ക്യാപ്പ്, വാട്ടർ ബോഡീസ് ആണല്ലോ ഈ നദികൾ അല്ലെങ്കിൽ ഈ പുഴകൾ അല്ലെങ്കിൽ ഈ സമുദ്രം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നത് എവിടെയായിരിക്കും? ജോഗ്രഫിയിൽ 3 ഏരിയാസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 3ാമത്തെ ഏരിയാസ് ആണ് അല്ലേ, ജോഗ്രഫിക്കൽ ഫിനോമിന. അവിടെയാണ് ഈ ഒരു ഏരിയ ചോദിച്ചത്. അപ്പോൾ നമുക്ക് 12 ഇവിടെ മാർക്ക് ചെയ്ത് പോകാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what are non-farm primary activities? How are these activities related to physiographic features in India? Okay, അതായത് what are non-farm primary activities? അപ്പോൾ ഫാമിംഗ് അല്ലാത്ത നോൺ ഫാം പ്രൈമറി ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അതായത് കൃഷിയല്ലാത്ത പ്രാഥമികമായിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കൃഷിയല്ലാതെ എന്താണ്? നമുക്ക് മത്സ്യബന്ധനമുണ്ട്, അതായത് വനവിഭവങ്ങൾ എടുക്കാം, ഖനനം, അതായത് മൈനിങ് ഒക്കെ നമുക്ക് കൃഷി അല്ലാത്ത നോൺ ഫാമിംഗ് ആയിട്ടുള്ള പ്രൈമറി ആക്ടിവിറ്റീസാണ്. ഇവിടെ ആലോചിക്കേണ്ട കാര്യം, കൃഷി എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൈമറി സെക്ടറാണ്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രീസ് ആണല്ലേ. അതെവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? ഇവിടെ വ്യക്തമായിട്ട് നൽകിയിട്ടില്ലേ? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടർ എന്നുള്ള വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റിയല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് ഡയറക്റ്റ്ലിയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് വാട്ട് ആർ ദ നോൺ ഫാം പ്രൈമറി ആക്ടിവിറ്റീസ്? അപ്പോൾ ഫാമിംഗ് ഒരു പ്രൈമറി ആക്ടിവിറ്റിയാണ്. പ്രൈമറി ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രൈമറി. ദെൻ സെക്കൻഡറി സെക്ടർ ഉണ്ട്, ദെൻ ടെറിഷറി സെക്ടർ ഉണ്ട്. ഇതൊന്നും ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എക്കണോമി പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന പോലെയാവും. ഓക്കെ, നമ്മുടെ ടൈമും അവിടെ വേസ്റ്റ് ആവും. അപ്പോൾ പ്രൈമറി സെക്ടർ ഒന്ന് നമുക്ക് കൃഷി അല്ലെങ്കിൽ വനവിഭവം അല്ലെങ്കിൽ മൈനിങ് നമ്മൾ നേരിട്ട് കുഴിച്ചെടുക്കുന്നു, പ്രൈമറി സെക്ടർ. മൈനിങ്ങിന് പിന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് മറ്റ് സെമി കണ്ടക്ടേഴ്സോ അല്ലെങ്കിൽ ഗോൾഡോ ആക്കുന്നത് സെക്കൻഡറി സെക്ടർ. പിന്നെ അത് സർവീസ് ചെയ്യുന്നത് നമ്മൾ ഗോൾഡ് മാർക്കറ്റിലൂടെ അല്ലെങ്കിൽ ജ്വല്ലറിയിലൂടെ വിൽക്കുന്നു, സർവീസ് സെക്ടർ. ടെറിഷറി സെക്ടറിലേക്ക് എത്തുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോസസ്സ് പോകുന്നത്. നേരിട്ട് തന്നെ മൈൻ ചെയ്ത സാധനങ്ങൾ നമുക്ക് തരുന്നതല്ല അല്ലേ? പെട്രോളിയം നമുക്ക് എങ്ങനെയൊക്കെ തരുന്നത്? പെട്രോളിയം കുഴിച്ചെടുക്കുന്നു, അതിനുശേഷം പ്രോസസ്സ് ചെയ്യുന്നു. അതായത് പ്രൈമറി സെക്ടർ കുഴിച്ചെടുക്കുന്നു, സെക്കൻഡറി സെക്ടർ പ്രോസസ്സിംഗ് ആണ്, അവിടെ ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നു. തേർഡ് സെക്ടർ നമ്മുടെ പെട്രോൾ പമ്പ് വഴി നമുക്ക് വിൽക്കുന്നു. ഇതാണ് ലാസ്റ്റ് സർവീസിങ് സെക്ടറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പ്രൊഡക്റ്റുകളും വരുന്നത്. അപ്പം ഫാമിംഗ് അല്ലാതെ മറ്റെന്തൊക്കെയാണ് ഉള്ളത്? അതുപോലെ തന്നെ അത് ഇന്ത്യൻ ഫിസിയോഗ്രാഫി, അത് മാത്രമല്ല, ഹൗ ആർ ദീസ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ് ഇൻ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായിട്ട് നമ്മുടെ നോൺ ഫാമിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കാം. ഇന്ത്യയിലെ നോൺ ഫാമിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, പല മൈൻസിനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അതിനുശേഷം നമുക്ക് ഈ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം എവിടെ കണക്ട് ചെയ്യാൻ പറ്റും? നമ്മൾ കണക്റ്റിങ് പറഞ്ഞില്ല, പ്രൈമറി സെക്കൻഡ് അല്ലേ? എവിടെയാണ്? 11th വരുന്നത്. അപ്പോൾ അവിടെ ആ 11th ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ദെൻ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ എക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് ബെനിഫിറ്റ്സ് ഓഫ് സോളാർ എനർജി ജനറേഷൻ ഇന്ത്യ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ നേരിട്ട് കടന്ന് ചെല്ലുന്നില്ല. നിങ്ങൾക്കത് ആവശ്യമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്കത് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആക്കി തരണം എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് അല്ല ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആക്കുള്ളത്, നമുക്ക് പിന്നീട് പഠിക്കാം. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണല്ലോ നമ്മൾ 5 ഡേ സെഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ എക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് ബെനിഫിറ്റ്സ് ഓഫ് സോളാർ എനർജി ജനറേഷൻ.
അപ്പോൾ സോളാർ എനർജി ജനറേഷൻ കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്ന എക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് ബെനിഫിറ്റുകൾ എന്താണ്? ദാറ്റ് മീൻസ് പരിസ്ഥിതിയെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ എക്കണോമിക് ബെനിഫിറ്റുകൾ നമുക്ക് എന്താണ് വിത്ത് എക്സാമ്പിൾസ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സോളാർ എനർജി അല്ലെങ്കിൽ എനർജി സോഴ്സുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതെവിടെ നമുക്ക് നോക്കാം, എവിടെയാണ് വന്നിട്ടുള്ളത്, എവിടെയായിരിക്കും? ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കീ നാച്ചുറൽ റിസോഴ്സ് അക്രോസ് ദ വേൾഡ് ഇൻക്ലൂഡിംഗ് സൗത്ത് ഏഷ്യ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ലൊക്കേഷൻ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഇൻഡസ്ട്രീസ് ഇൻ വാരിയസ് പാർട്ട് ഓഫ് ദ വേൾഡ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ. അപ്പോൾ ഇത് നമുക്ക് 11th മാർക്ക് ചെയ്ത് വെക്കാം. എന്തുകൊണ്ടാണ് 11th മാർക്ക് ചെയ്യുന്നത്? സോളാർ എനർജി എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഒരു എനർജി റിസോഴ്സുകൾ അല്ലേ, എനർജി റിസോഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കീ നാച്ചുറൽ റിസോഴ്സുകൾ എന്ന് പറയുന്നുണ്ടല്ലോ, സോളാർ എനർജി റിസോഴ്സ് ആണല്ലോ ബേസിക്കലി, അതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോളാർ എനർജി എപ്പോഴും ചോദിക്കുന്ന ഏരിയ കേട്ടോ, സോളാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയ. ഞാൻ 12th വരുന്നു. വാട്ട് ആർ സുനാമീസ്? ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ആണ്. സുനാമീസ് എന്താണ്? ഹൗ ആൻഡ് വേർ ആർ ദേ ഫോംഡ്? വാട്ട് ആർ ദർ കോൺസിക്വൻസ്? എക്സ്പ്ലെയിൻസ് വിത്ത് എക്സാമ്പിൾസ്. ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻസ് എന്നൊക്കെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതാ. വാട്ട് ആർ സുനാമീസ്? സുനാമീസ് എന്താണെന്ന് എഴുതി കൊടുക്കുക, അതെങ്ങനെയാണ് ഫോം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നത്. അതായത് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ A, B എന്ന് പറഞ്ഞാൽ 2 സ്റ്റുഡൻസ് എടുത്തില്ലേ, അത് 2 സ്റ്റുഡൻസിന് ഒരേപോലെ എഴുതാൻ പറ്റുന്നതാണ്. ഡയറക്റ്റ്ലി പഠിച്ച് സുനാമിനെ പറ്റി പഠിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 10 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ജോഗ്രഫിക്കൽ ഫിനോമിനാസ് അല്ലേ. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ സുനാമീസ് വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സുനാമി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ 8th ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് സ്മാർട്ട് സിറ്റി ഇൻ ഇന്ത്യ അഡ്രസ് ഇഷ്യൂസ് ഓഫ് അർബൻ പോവർട്ടി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്? അതായത് ഇന്ത്യയിൽ സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റുകൾ എങ്ങനെയാണ് നമ്മുടെ അർബൻ പോവർട്ടി, നഗരങ്ങളിലുള്ള ദാരിദ്ര്യം, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ജസ്റ്റിസ് അതിനൊക്കെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? അപ്പോൾ സ്മാർട്ട് സിറ്റികൾ, അപ്പം ക്വസ്റ്റ്യൻ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആക്കി പറഞ്ഞുതരാം. സോ ഈ സ്മാർട്ട് സിറ്റി പദ്ധതികൾ ദരിദ്രർക്കും പിന്നോക്ക വിഭാഗങ്ങൾ ആളുകൾക്ക് എങ്ങനെയാണ് സഹായിക്കുന്നത്? അതായത് ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് കൊണ്ട് ദരിദ്രരും പിന്നോക്ക വിഭാഗത്തിലുള്ള വീക്കർ സെക്ഷൻസിനും എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്? ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് സൊസൈറ്റി ക്വസ്റ്റ്യൻ ആണെന്ന കാര്യങ്ങൾ മനസ്സിലായില്ല. അപ്പോൾ സൊസൈറ്റി ഏതാണ്? സാലറി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ ആണോ? അല്ല. റോൾ ഓഫ് വുമൺ ആൻഡ് വുമൺ ഓർഗനൈസേഷൻ അല്ല. പോപ്പുലേഷൻ അസോസിയേറ്റ് ഇഷ്യൂ ആണോ? പോവർട്ടി ആൻഡ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് അല്ലേ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ഇഷ്യൂ ആണ്, അതും പോവർട്ടിയും തമ്മിലുള്ള കണക്ഷനിൽ ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഡയറക്റ്റ് UPSC എടുത്തിട്ടുള്ളത്. അതേ പറഞ്ഞത് വേറെ എവിടെയും പോവില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ റിസർച്ച് വർക്ക് എത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാവും ഓരോ സിലബസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം. ഓക്കെ, ദെൻ 9th ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മൾ 7 അവിടെ മാർക്ക് ചെയ്ത് പോകും. 9th ക്വസ്റ്റ്യൻ. The ethos of civil service in India stand for the combination of professionalism with nationalistic consciousness. Elucidate. ഇതെന്ന് വെച്ചാൽ GS പേപ്പർ 2 ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. നമ്മുടെ റോൾ ഓഫ് സിവിൽ സർവീസസ് ഇൻ ഡെമോക്രസി എന്ന് പറഞ്ഞിരിക്കുന്ന സിലബസ് പാർട്ടിൽ നിന്ന് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ദ ഈത്തോസ് ഓഫ് സിവിൽ സർവീസ് ഇൻ ഇന്ത്യ സ്റ്റാൻഡ് ഫോർ കോമ്പിനേഷൻ ഓഫ് പ്രൊഫഷണലിസം വിത്ത് നാഷണലിസ്റ്റിക് കോൺഷ്യസ്നസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് നല്ല സിവിൽ സർവീസ് എങ്ങനെയായിരിക്കണം എന്നാണ് UPSC ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് അവിടെയാണ് GS പേപ്പർ 2 കുറച്ചുകൂടി നന്നായി ചോദിക്കാൻ പറ്റുന്നത്. ബട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി, ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ ഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഈ ആൻസർ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സേവനം, അതുപോലെ തന്നെ ഭരണമൂല്യം എങ്ങനെയായിരിക്കണം, പൊതുസേവനം എങ്ങനെയായിരിക്കണം, അതിൻ്റെ മനോഭാവം എന്തായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ശരിക്കും ഞാൻ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ GS പേപ്പർ 2 പോകേണ്ട സാധനമായിരുന്നു. എന്തോ വഴിതെറ്റി വന്ന് GS പേപ്പർ 1 കുടുങ്ങിപ്പോയതാണ്. ബട്ട് സിലബസിൽ നിന്ന് പോയിട്ടില്ല. ഈ ഒരു പാർട്ട് നടന്നിരിക്കുന്നത് നമ്മുടെ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയയിലേക്ക് നമുക്ക് ഇടാം. പൂർണ്ണമായിട്ട് നമുക്ക് ഇതാണോ ചോദിച്ചതെന്ന് നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു എക്സെപ്ഷൻ ഞാൻ പറഞ്ഞതാണ്. പൂർണ്ണമായിട്ട് വ്യക്തമാക്കാൻ പറ്റില്ലെങ്കിലും കുറച്ചുകൂടി സാമ്യം വരുന്ന ഈ ഏരിയ എന്ന് പറഞ്ഞാൽ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആണ്. ഇന്ന് രാവിലെ GS പേപ്പർ 1 ഉച്ചയ്ക്ക് ശേഷം GS പേപ്പർ 2 ആയിരിക്കും. ഒരു നേരം കൊണ്ട് നിങ്ങൾ മാറ്റിയത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല. സിലബസ് പുറത്ത് പോയിട്ടില്ല, എന്തായാലും സിലബസിൻ്റെ അകത്ത് വരുന്നതാണ്, പേപ്പറിൽ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 9th ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമ്മൾ അത് 6 മാർക്ക് ചെയ്യുന്നു. ഇനി 10th ക്വസ്റ്റ്യൻ. 10th ക്വസ്റ്റ്യൻ. ഡു യു തിങ്ക് ഗ്ലോബലൈസേഷൻ റിസൾട്ട് ഇൻ ഓൺലി അഗ്രസീവ് കൺസ്യൂമർ കൾച്ചർ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഓക്കെ, ചോദിച്ചിരിക്കുന്ന ആഗോളവൽക്കരണം ദോഷങ്ങൾ മാത്രമല്ല, ഗുണങ്ങളും എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ. അപ്പം ഗ്ലോബലൈസേഷൻ കൊണ്ട് ഒരു അഗ്രസീവ് കൺസ്യൂമർ കൾച്ചർ മാത്രമാണോ ഉള്ളത്? അത് അഗ്രസീവ് കൺസ്യൂമർ കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലൈസേഷൻ, ഒരുപാട് സാധനങ്ങൾ പുറത്തുനിന്ന് കിട്ടുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് സാധനങ്ങൾ ഉപയോഗിക്കുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, പർച്ചേസ് ചെയ്യുന്നതൊന്നും ഈ അഗ്രസീവായിട്ടുള്ള കൺസ്യൂമർ കൾച്ചറാണോ ഈ ഗ്ലോബലൈസേഷൻ കൊണ്ട്? അതായത് എല്ലാ മാർക്കറ്റും ഓപ്പണായി, ഇന്ത്യ ഓപ്പൺ ആവുന്നു, ഇന്ത്യയിലേക്ക് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു, ഐഫോൺ നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ല, പല സാധനങ്ങൾ പല രാജ്യങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്നു. അപ്പോൾ അത് ഒരു അഗ്രസീവ് കൺസ്യൂമർ കൾച്ചർ മാത്രമാണോ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? അതല്ല, ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അല്ല, ഗ്ലോബലൈസേഷൻ കൊണ്ട് മറ്റു ഉപകാരങ്ങൾ നമുക്ക് കിട്ടിയെന്നുള്ള കാര്യങ്ങളുണ്ട്. ടെക്നോളജി ട്രാൻസ്ഫർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാർക്കറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് എവിടെയാണ് വരുന്നത്? എഫക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഇന്ത്യൻ സൊസൈറ്റി അല്ലേ. അവിടെ വ്യക്തമായിട്ട് ഇവിടെ ഉണ്ടല്ലോ, എഫക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇന്ത്യൻ സൊസൈറ്റി. കോഡത്തിനാണ് 8th കോഡാണ് അല്ലേ. അപ്പോൾ 8th കോഡ് നമ്മൾ 8th കോഡ് മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഇനി 12th ക്വസ്റ്റ്യൻ ഹിസ്റ്ററിയിലേക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. മഹാത്മാ ജ്യോതിറാവ് ഫുലെ റൈറ്റിംഗ്സ് എഫേർട്സ് ഓഫ് സോഷ്യൽ റിഫോം ടച്ച്ഡ് ഇഷ്യൂസ് ഓഫ് ഓൾമോസ്റ്റ്
ഓൾ സബാൾട്ടൺ ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ജ്യോതിറാവ് ഫൂലെ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കായിട്ട് ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അതായത് ജ്യോതിറാവ് ഫൂലെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലൂടെ പിന്നോക്ക വിഭാഗങ്ങൾ, സബാൾട്ടൺ ക്ലാസ് എന്ന് വെച്ചാൽ പിന്നോക്ക വിഭാഗമാണ്, ആ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഒരാളുടെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് പോർഷനാണുള്ളത്. ഇപ്പോൾ ജ്യോതിറാവ് ഫൂലെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ്, അദ്ദേഹത്തിൻ്റെ എഫേർട്ടുകൾ എങ്ങനെയാണ് ഒരു ലോ ക്ലാസ് വിഭാഗത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. അത് ഇപ്പോൾ ഹിസ്റ്ററി ആണെന്ന കാര്യങ്ങൾ മനസ്സിലായില്ല. ഹിസ്റ്ററി നമ്മൾ 2 പോർഷൻസുകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മോഡേൺ ഹിസ്റ്ററിയിൽ, 2ഉം 3ഉം. അപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഫ്രം അബൌട്ട് ദ മിഡിൽ ഓഫ് 18th century അണ്ടിൽ ദ പ്രസന്റ് സിഗ്നിഫിക്കൻറ്റ് ഇവൻ പേഴ്സണാലിറ്റീസ്. ഇവിടെ ജ്യോതിറാവ് ഫൂലെ എന്നാണ് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് വികസനത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ പേഴ്സണാലിറ്റിയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇടാം ജ്യോതിറാവ് ഫൂലെ എന്നൊരു പേഴ്സൺ അല്ലേ, അദ്ദേഹത്തിൻ്റെ എഫേർട്ടുകളല്ലേ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ്ലി 2 എന്ന് പറഞ്ഞിരിക്കുന്നൊരു എന്താണ് കോഡ് നമ്പർ ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, ഇത് നിങ്ങളെപ്പോഴും എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളത് എഴുതി വെച്ച് അപ്പം എന്നിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ, ഒരിക്കലും ഓൺലൈനായിട്ട് ചെയ്യാൻ നിൽക്കരുത്, ഓഫ്ലൈൻ തന്നെ ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങളെ കയ്യിൽ ഹാർഡ് കോപ്പി തന്നെ നിങ്ങൾ വാങ്ങി വെക്കണം. വലിയ റേറ്റ് ഒന്നും അല്ല, 1500 രൂപക്ക് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിൻ്റ് ഔട്ട് ചെയ്ത് സ്പൈറൽ ചെയ്ത് കിട്ടും. ഓക്കെ, ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ, ട്രേസ് ഇന്ത്യാസ് കൺസോൾട്ടേഷൻ പ്രോസസ് ഡ്യൂറിങ് ഏർലി ഫേസ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ ടേംസ് ഓഫ് പോളിറ്റി, എക്കണോമി, എഡ്യൂക്കേഷൻ, ഇൻ്റർനാഷണൽ റിലേഷൻ. അതായത് ഇന്ത്യസ് കൺസോൾട്ടേഷൻ പ്രോസസ്, നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യ എങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തു ഈ പറഞ്ഞ രീതിയിൽ പൊളിറ്റിക്കൽ പരമായിട്ട്, ഭരണപരമായിട്ട്, എക്കണോമിക്കൽ പരമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, ഇൻ്റർനാഷണൽ റിലേഷൻസ്, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇൻഡിപെൻഡൻസ് ശേഷം ഇന്ത്യ ഈ ഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇന്ത്യ വികസനം കൊണ്ടുവന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇന്ത്യ ഈ പറഞ്ഞിരിക്കുന്ന റീജിയനിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ വെച്ചാൽ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്ന് ചോദിക്കാം? ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഒരു ഏരിയ ഉണ്ടല്ലോ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷൻ ആൻഡ് റീ ഓർഗനൈസേഷൻ വിത്തിൻ ദ കൺട്രി. ഇതിലെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഹാസ് എൻഡ്യൂറിംഗ് റെലവൻസ് ടു കണ്ടംപററി വേൾഡ് എക്സ്പ്ലെയിൻ. അതായത് ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മുടെ ഈ കണ്ടംപററി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡിൽ എങ്ങനെയാണ് അത് ഈ രീതിയിൽ നമ്മുടെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ സൊസൈറ്റീനെ മാറ്റം വരുത്താൻ വേണ്ടി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പം ഫ്രഞ്ച് റെവല്യൂഷൻ കേട്ടാൽ തന്നെ നിങ്ങൾ എങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, എങ്ങോട്ട് പോയാൽ മതി, വേൾഡ് ഹിസ്റ്ററിയാണ് ചോദിച്ചിട്ടുള്ളത്. വേൾഡ് ഹിസ്റ്ററിയാണ് ചോദിച്ചിട്ടുള്ളത്. 15 മാർക്കിന് വേൾഡ് ഹിസ്റ്ററി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ വേൾഡ് ഹിസ്റ്ററി ഉള്ളത് 5ാമത്തെ അല്ലേ, ഇവിടെ ഇപ്പോൾ വ്യക്തമായി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വിഡ്രോവൽ, കോളനൈസേഷൻ, ഡീകോളനൈസേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം വേൾഡ് വാർ 1ഉം വേൾഡ് വാർ 2ഉം ഫ്രഞ്ച് റെവല്യൂഷനും എല്ലാ കാര്യങ്ങളും അവിടെ പഠിക്കണം. അപ്പോൾ 5ലേക്ക് മാർക്ക് ചെയ്തിട്ടേക്കാം. അപ്പോൾ നമ്മൾ അവിടെ എന്ത് മാർക്ക് ചെയ്യുക? 5 എന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്ക് ചെയ്ത് വെക്കുക. then 14ാമത്തെ ക്വസ്റ്റ്യൻ, give a geographical explanation of the distribution of offshore oil reserve of the world. How are they different from onshore occurrence of oil reserve? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിസോഴ്സ് ആണല്ലേ. ഫസ്റ്റ് തന്നെ നമ്മുടെ മൈൻഡിലേക്ക് കിട്ടി. ജോഗ്രഫി എന്നതിനൊക്കെ കൂടി നമ്മൾ കുറച്ചുകൂടി കുറച്ചുകൂടി ഉള്ളിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. ജോഗ്രഫി ആണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ആ ജോഗ്രഫി പേരാണ് അതിൻ്റെ മുകളിലുണ്ട്. ജോഗ്രഫി ആണെന്ന കാര്യങ്ങൾ മനസ്സിലായി. ബട്ട് ജോഗ്രഫിയിൽ എന്താണ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കീ നാച്ചുറൽ റിസോഴ്സുകളെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഫിനോമിനയാണ് ചോദിച്ചിട്ടുള്ളത്. ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കീ നാച്ചുറൽ റിസോഴ്സുകളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ 14ാമത്തെ ക്വസ്റ്റ്യൻ്റെ മുകളിൽ നമുക്ക് ഏത് മാർക്ക് ചെയ്തേക്കാം? ഈ പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കീ നാച്ചുറൽ റിസോഴ്സസ് ഈ പറഞ്ഞിരിക്കുന്ന ഈ കോഡ് നമുക്ക് എഴുതി വെക്കാം അല്ലേ. 14ാമത്തെ ക്വസ്റ്റ്യന് എന്താ കോഡ്? 11 കോഡ്, 11 റോമൻ നമ്പർ നമ്മൾ എഴുതി വെക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ എഴുതി വെക്കുന്നു. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ ക്യാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡ്രോൺ ബി എഫക്റ്റീവ്ലി യൂസ്ഡ് അലോങ് ദ GIS ആൻഡ് RS ടെക്നിക്സ് ഇൻ ലൊക്കേഷൻ ആൻഡ് ഏരിയൽ പ്ലാനിങ്? ഓക്കെ, അപ്പോൾ ചോദിച്ചിരിക്കുന്ന ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ക്യാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI അതുപോലെ തന്നെ ഡ്രോൺ ബി എഫക്റ്റീവ്ലി യൂസ്ഡ് അലോങ് വിത്ത് GIS അതുപോലെ തന്നെ RS ടെക്നിക്സ് ഇൻ ലൊക്കേഷൻ ഏരിയൽ പ്ലാനിങ്. അതായത് നമ്മുടെ ഏരിയാസ് പ്ലാൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മളെ ബൗണ്ടറീസുകൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡ്രോൺ ടെക്നോളജിക്ക് ഉപയോഗിച്ച് നമ്മളിപ്പോൾ അതിർത്തികളൊക്കെ മാപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നില്ല, അതിർത്തികളൊക്കെ മാപ്പ് ചെയ്യുന്നതിനൊക്കെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കരുതും ഇതൊരു സയൻസ് ആൻഡ് ടെക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. ബട്ട് ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സാങ്കേതിക വിദ്യകൾ നമ്മളെ ഈ സ്മാർട്ട് സിറ്റി വിഷൻ ആയിക്കോട്ടെ, കൃഷി ആയിക്കോട്ടെ, ഈ ഡിസാസ്റ്റർ മാനേജ് ദുരന്ത നിവാരണം ആയിക്കോട്ടെ, ആ ഏരിയയിലേക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ ഒരു ജോഗ്രഫിക്കൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജോഗ്രഫിയുമായിട്ട് ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ജോഗ്രഫിയിൽ എവിടെ ജോഗ്രഫിക്കൽ ഫിനോമിന എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഇന്ത്യയുടെ ഒരു നോർമൽ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയയിലേക്ക് ഇടാം. നമുക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്തിടാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 11th ഏരിയയിലേക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്തിടാം. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. ചില ക്വസ്റ്റ്യൻസ് ഏത് പോർഷൻ നിന്നാണ് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, എന്നിരുന്നാൽ പോലും ആ ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ടെക്നോളജിയൊക്കെ എങ്ങനെയാണ് നമ്മൾ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ്, ജോഗ്രഫിക്കൽ പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ മെയിനായിട്ട് ഫിനോമിനല്ല, സൈലൻറ്റ് ഫീച്ചേഴ്സ് അല്ല. സൈലൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മൗണ്ടൻസിനെ പറ്റിയിട്ടും എവറസ്റ്റിനെ പറ്റിയൊക്കെ പറയുന്ന കാര്യമാണ്. അതല്ല, പിന്നെ പറഞ്ഞ നാച്ചുറൽ റിസോഴ്സുകൾ, അതുപോലെ തന്നെ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും മൊബിലൈസേഷനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെയാണ് ഈ കാര്യങ്ങൾ. ഓക്കെ, അതായത് ഇവിടെ നമ്മളിവിടെ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് വരുന്നുണ്ട്. Okay, so comes to 16th question. Discuss how the changes in shape and size of continents and ocean basins of the planet take place due to tectonic movements of crustal masses. അതായത് ടെക്ടോണിക് ആക്ടിവിറ്റീസുകളെ കൊണ്ട് നമ്മുടെ ഈ കോണ്ടിനൻസും ഓഷ്യൻ ബേസിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചസുകൾ എന്താണ്? ഓക്കെ, ക്രിസ്റ്റൽ മാസ് വന്നിരിക്കുന്ന ചേഞ്ചസുകൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ടെക്ടോണിക് ഇതൊരു ജോഗ്രഫിക്കൽ ഫിനോമിന അല്ല. ടെക്ടോണിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ജോഗ്രഫിക്കൽ ഫിനോമിനിയാണ്. അപ്പം നമുക്ക് എവിടേക്ക് മാർക്ക് ചെയ്യാം? നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നോക്കണം. ജോഗ്രഫിക്കൽ ഫിനോമിന എവിടെ നോക്കിയാൽ 12 ആണ് അല്ലേ? 12 എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയയാണ്. 12ൻ്റെ എടുത്തിട്ട് നമ്മൾ 16ാമത്തെ ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഇനി 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് ഡിസ്കസ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻ ഗംഗ റിവർ ബേസിൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ലാൻഡ്, സോയിൽ ആൻഡ് വാട്ടർ റിസോഴ്സസ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പോപ്പുലേഷൻ ആൻഡ് അസോസിയേറ്റഡ് ഇഷ്യൂസ് ആണ് അല്ലേ? അപ്പോൾ സിലബസ് പോർഷൻ ഇതാണ്. ഗംഗ റിവർ ബേസിൻ്റെ അടുത്ത് ഒരുപാട് പോപ്പുലേഷൻസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു. ഡ്യൂ ടു നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ ഉണ്ട്, നല്ല ലാൻഡാണ്, നല്ല വാട്ടർ റിസോഴ്സുകൾ, ഗംഗാ നദിയിൽ നിന്ന് വെള്ളം കിട്ടും. ഇതൊക്കെ കൊണ്ടാണ് അവിടെ പോപ്പുലേറ്റഡ് ആയിട്ട് ആളുകളെ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് യു പിയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കാണപ്പെടുന്നതിന് സാധ്യത ഉണ്ടായത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പോപ്പുലേഷൻ ആൻഡ് അസോസിയേറ്റഡ് ഇഷ്യൂസ് ആണ്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്ന ജോഗ്രഫി അല്ല. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ നമ്മൾ എവിടെയോ ഒരു കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, സോറി, ഈ ഒരു ഏരിയ നമുക്ക് വേണമെങ്കിൽ ഗംഗ റിവർ ബേസിൻ, അതായത് വിത്ത് റെഫറൻസ് ടു ലാൻഡ്, സോയിൽ ആൻഡ് വാട്ടർ റിസോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് സമയത്ത് ഒന്നുകൂടി ചിന്തിച്ച് നോക്കട്ടോ. ഇപ്പോൾ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാണ്, കാരണം ഞാൻ പോപ്പുലേഷനായിട്ടുള്ള ബന്ധപ്പെട്ടായിരുന്നു. ബട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്ന കാര്യം വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ലാൻഡ്, സോയിൽ ആൻഡ് വാട്ടർ റിസോഴ്സസ്. ഡിസ്കസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻ ദ ഗംഗ റിവർ. അതല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. അതായത് അവിടെ ഡെൻസിറ്റി കൂടുതലാണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ് ഗംഗ റിവർ ബേസിൻ. അതൊക്കെ എല്ലാവരും സമ്മതിക്കുന്നവരാണ്. വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ലാൻഡ്, സോയിൽ ആൻഡ് വാട്ടർ റിസോഴ്സ്. അപ്പം നമ്മൾ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിലേക്ക് എത്തി. സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ദാറ്റ് മീൻസ് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഏരിയാസ്, ദാറ്റ് മീൻസ് എസ്പെഷ്യലി ആ ഒരു ഗംഗ റിവറിൻ്റെ ഫ്ലോ, അവിടെ ഫെർട്ടൈൽ സോയിലുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, വാട്ടർ റിസോഴ്സിന് സ്കാർസിറ്റി ഇല്ലാത്ത എന്തുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് എന്തുകൊണ്ട് മാർക്ക് ചെയ്യാം? സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് വേൾഡ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയാസിലേക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ബിക്കോസ് അവിടെ സ്പെഷ്യലായിട്ട് റെഫറൻസ് നൽകിയിട്ടുള്ളത് എവിടെയാണ്? റെഫറൻസ് സ്പെഷ്യൽ നൽകിയിട്ടുള്ളത് നിങ്ങൾ എഴുതുന്നത് ലാൻഡ്, സോയിൽ ആൻഡ് വാട്ടർ റിസോഴ്സിനെ സ്പെഷ്യൽ റെഫറൻസ് നൽകിയിട്ടായിരിക്കണം എഴുതേണ്ടത്. എന്ന് വെച്ചാൽ ജോഗ്രഫി ഫിസിക്കൽ ഫീച്ചേഴ്സിനെ പറ്റി റെഫറൻസ് ആയിട്ടാണ് എഴുതേണ്ടത്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡു യു അക്കൗണ്ട് ഫോർ ദ ഗ്രോയിങ് ഫാസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രീസ് ഗിവൺ ദാറ്റ് ദർ ആർ ഇൻക്രീസ്ഡ് ഹെൽത്ത് കൺസേൺസ് ഇൻ മോഡേൺ സൊസൈറ്റി? ഇല്യൂസ്ട്രേറ്റ് യുവർ ആൻസേഴ്സ് വിത്ത് ഇന്ത്യൻ എക്സ്പീരിയൻസ്. അപ്പോൾ ഹൗ ഡു യു അക്കൗണ്ട് ഗ്രോയിങ് ഫാസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രീസ് ഗിവൺ ദാറ്റ് ദർ ആർ ഇൻക്രീസിങ് ഹെൽത്ത് കൺസേൺസ് ഇൻ മോഡേൺ സൊസൈറ്റി? അതായത് ഫാസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രീസ്, അതായത് ഫാസ്റ്റ് ഫുഡ് നമ്മളിപ്പോൾ പറഞ്ഞത് ഷവർമ, അതുപോലെ തന്നെ എന്താണ് മന്തി എന്നൊക്കെ പറയുന്നില്ല, ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കുക, ആ ഇൻഡസ്ട്രീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഹെൽത്ത് കൺസേൺസ്, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസുകൾ ഉണ്ടാക്കുന്നു. അപ്പം ഇന്ത്യയുടെ നിലവിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ഇല്യൂസ്ട്രേറ്റ് ചെയ്യാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏത് ഏരിയാസ് ചോദിച്ചിട്ടുള്ളത്? ആദ്യം തന്നെ നമുക്ക് സബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. സബ്ജക്റ്റ് എന്താണ്? ജോഗ്രഫി അല്ല, ഹിസ്റ്ററി അല്ല, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അല്ല, ആർട്ട് ആൻഡ് കൾച്ചർ അല്ല, ദെൻ ഇന്ത്യൻ സൊസൈറ്റി മാത്രമേ അല്ലേ? അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയിലേക്ക് നമുക്ക് പോയി നോക്കാം എവിടെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ പോകുന്ന സമയത്ത് റോൾ ഓഫ് വുമൺ ആൻഡ് വുമൺ ഓർഗനൈസേഷൻ, പോപ്പുലേറ്റഡ് ആൻഡ് അസോസിയേറ്റഡ് ഇഷ്യൂസ്, പോവർട്ടി ആൻഡ് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ്, അർബനൈസേഷൻസ് ആണോ, അതുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണോ, ഗ്ലോബലൈസേഷൻ കൊണ്ടുള്ള പ്രശ്നമാണോ, സോഷ്യൽ എംപവർമെൻ്റ് ആണോ, കമ്മ്യൂണലിസം, റീജിയലിസം, സെക്യുലറിസം ആണോ, ഇതൊന്നല്ലല്ലോ, ഇതിലൊന്നും പെടുന്ന കാര്യമല്ല. ബട്ട് എന്താണ്? സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയിൽ പെടുന്ന കാര്യമാണ് അല്ലേ? ഇന്ത്യൻ സൊസൈറ്റിയാണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എവിടെയെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് ഫുഡിൻ്റെ കൾച്ചറൊക്കെ മാറുന്നത്, ഫാസ്റ്റ് ഫുഡിൻ്റെ കൾച്ചർ മാറുന്നിടത്തൊക്കെ എവിടെയെങ്കിലും വുമൺ ഓർഗനൈസേഷനെ പറ്റി പറഞ്ഞോ, പോപ്പുലേഷനെ പറ്റി പറഞ്ഞോ? പോപ്പുലേഷൻ കൂടിയത് കൊണ്ടാണോ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രോത്ത്, നമ്മുടെ ഈ ഇൻഡസ്ട്രീസിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്? അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം?
സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിൻ്റെ ഫീച്ചറാണ്. കാരണം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സൊസൈറ്റി. ഇപ്പം ഇപ്പോഴത്തെ ഇന്ത്യൻ സൊസൈറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഫാസ്റ്റ് ഫുഡിന് പുറകെ ഓടുന്ന, മൊബൈൽ ഫോൺസിൻ്റെ പുറകെ ഓടുന്ന സൊസൈറ്റിയാണ് നമുക്കുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ മെയിനായിട്ട് ഇവിടെ വരാം സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ ആറാമത്തെ പോയിന്റ് നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, 18 ആറാമത്തെ പോയിന്റ് സിലബസ് പോർഷൻസ്. ഇനി 7ാമത്തെ പോർഷൻ നമുക്ക് നോക്കാം. 19ാമത്തെ പോർഷൻ നോക്കാം. അച്ചീവിങ് സസ്റ്റൈനബിൾ ഗ്രോത്ത് വിത്ത് എംഫസൈസ് ഓൺ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ കുഡ് കം ഇൻ ടു കോൺഫ്ലിക്ട് വിത്ത് പുവർ പീപ്പിൾസ് നീഡ് ഇൻ എ കൺട്രി ലൈക്ക് ഇന്ത്യ. അതായത് നമ്മുടെ സസ്റ്റൈനബിൾ ഗ്രോത്ത്, അതായത് നല്ല പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത്, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് എങ്ങനെയാണ് നമ്മളെ പുവർ പീപ്പിൾസിന്, അതായത് എത്രത്തോളം നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിൽ കൊണ്ടുവന്നാൽ പോലും അച്ചീവിങ് സസ്റ്റൈനബിൾ ഗ്രോത്ത്, ഓരോ ക്വസ്റ്റ്യൻസും വ്യക്തമായി മനസ്സിലാക്കി. ഇപ്പോൾ അച്ചീവിങ് സസ്റ്റൈനബിൾ ഗ്രോത്ത് വിത്ത് എംഫസൈസ് ഓൺ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സസ്റ്റൈനബിൾ ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, കുഡ് കം ഇൻ ടു കോൺഫ്ലിക്റ്റ് വിത്ത് പുവർ പീപ്പിൾസ് നീഡ്സ് ഇൻ കൺട്രി ലൈക്ക് ഇന്ത്യ, അതായത് ദരിദ്രരായിട്ടുള്ള ആളുകളെ. അപ്പോൾ ഈ ഒരു പ്രവർത്തനം കൊണ്ട് നമ്മുടെ ദരിദ്രരായിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് അപ്ലിഫ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓക്കെ, പരിസ്ഥിതിനെ നോക്കുന്നു, പക്ഷെ എങ്ങനെയാണ് നമ്മുടെ പുവർ പീപ്പിൾസിനെ, ഇന്ത്യ പോലത്തെ രാജ്യത്ത് പുവർ പീപ്പിൾസിന് എങ്ങനെയാണ് അത് ഉപകാരപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഏത് പോർഷനിലേക്ക് വരാം നമുക്ക് നോക്കാം. ഏത് പോർഷനാണ്? ഇപ്പോൾ സൊസൈറ്റി എന്ന കാര്യം നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ സൊസൈറ്റിയിൽ എവിടെ വരാം? എഫക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇന്ത്യൻ സൊസൈറ്റി ആണോ? ഗ്ലോബലൈസേഷനെ പറ്റിയാണോ അവിടെ ചോദിച്ചിട്ടുള്ളത്? ഗ്ലോബലൈസേഷൻ അല്ല ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോഷ്യൽ എംപവർമെൻറ്റ്, കമ്മ്യൂണലിസം, റീജിയണലിസം, സെക്യുലറിസം ഇതാണോ ചോദിച്ചിട്ടുള്ളത്? അതുമല്ല ചോദിച്ചിട്ടുള്ളത്. റോൾ ഓഫ് വുമൺ ആൻഡ് വുമൺ ഓർഗനൈസേഷൻ അതല്ല. പോപ്പുലേഷൻ അസോസിയേറ്റഡ് ഇഷ്യൂസ്, പോവർട്ടി ആൻഡ് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ്, വീണ്ടും അതല്ല വരുന്നത്. പോവർട്ടി ആൻഡ് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ്. പോവർട്ടി എന്ന് വെച്ചാൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ പോവർട്ടി ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ആണ് പറയുന്നത് അല്ലേ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് കൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ചെയ്താൽ പോലും എങ്ങനെ അത് ഇന്ത്യയിലെ പാവങ്ങളെ അത് എഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാവങ്ങൾക്ക് എന്ത് ഇമ്പാക്റ്റ് ആണ് കൊടുക്കുന്നത്, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പോവർട്ടി ആൻഡ് ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അർബനൈസേഷനും കൂടി ആഡ് ചെയ്യാം. കാരണം ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ അർബനൈസേഷൻ, പക്ഷേ അർബനൈസേഷനെക്കാട്ടും കുറച്ചുകൂടി ബൃഹത്തായിട്ട് അല്ലെങ്കിൽ ബ്രോഡായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് പോവർട്ടി ആൻഡ് ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് ആണ്. അതുകൊണ്ട് 7ാമത്തെ പോർഷനിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് 7 അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഡസ് ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഇന്ത്യ സെൻറ്റർ അറൗണ്ട് 2 ആക്സസ്, ദോസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ? അതായത് ട്രൈബൽ കാറ്റഗറി. ഇപ്പോൾ നമ്മൾ ഒരു കാട്ടിലേക്ക് പോയിട്ട് അവിടെ ട്രൈബൽസ് ഉണ്ടാവും. അപ്പോൾ ട്രൈബൽസിനെ എങ്ങനെ നമുക്ക് മുൻ നിരയിലേക്ക് കൊണ്ടുവരാതെ വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞാൽ ട്രൈബൽസിന് നമുക്ക് എന്താ നല്ല ഡ്രസ്സും വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് എന്ത് ചെയ്യാം, അവരെ ഡിസ്പ്ലേസ് ചെയ്ത് നല്ലൊരു സ്ഥലത്ത് മാറ്റി താമസിപ്പിച്ചാൽ ചിലപ്പം നല്ല രീതിയിലുള്ള ട്രൈബൽ ഡെവലപ്മെൻറ്റ് നടത്താൻ പറ്റും. പക്ഷേ ട്രൈബൽസിന് അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യൻ്റെ അകത്തുള്ള ട്രൈബൽ ഡെവലപ്മെൻറ്റ് 2 ആക്സസിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. ഒന്ന് അവരവിടെ നിന്ന് മാറ്റുക, ഡിസ്പ്ലേസ് ചെയ്യുക, നല്ല സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുക, നല്ല ജീവിത രീതി കൊടുക്കുക, നല്ലൊരു കെട്ടിടങ്ങളൊക്കെ പണിഞ്ഞ് വീടുകളൊക്കെ പണിഞ്ഞ് കൊടുക്കുക. ഇതാണ് അവർക്ക് വേണ്ടത്. അതാണോ നല്ലത് എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക. അപ്പോൾ കൾച്ചർ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ലോസ്റ്റ് ചെയ്ത് പോകില്ലേ അവരെ നമ്മളൊരു ലൈം ലൈനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഏരിയ നമുക്ക് ഇവിടെ കൊണ്ടുപോയിപ്പെടുത്താം. ഇത് സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആണോ? അല്ല, ട്രൈബൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സൈലന്റ് ഫീച്ചേഴ്സായിട്ട് നമുക്ക് പെടുത്താൻ പറ്റില്ല. വുമൺ ഓർഗനൈസേഷനെ പറ്റിയാണോ? പോപ്പുലേഷൻ ഇഷ്യൂ ആണോ? ട്രൈബൽസിനെ പറ്റിയാണോ? പോപ്പുലേഷൻ ഇഷ്യൂസ് അല്ല. പോവർട്ടി ആണോ? ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് ആണോ? ട്രൈബൽസിനെ പോവർട്ടിയുള്ള ആളുകളാണെന്ന് നമ്മൾ എവിടെയും ചിത്രീകരിക്കുക കേട്ടോ. അപ്പോൾ ട്രൈബൽസ് ആണ്, അപ്പോൾ പോവർട്ടി വരില്ല സാർ എന്ന് ചോദിക്കുന്നത്. കാരണം ട്രൈബൽസ് പോവർട്ടി തന്നെ ആവണം നിർബന്ധമൊന്നും ഉണ്ടെങ്കില്ല. ഗ്ലോബലൈസേഷൻ ആണോ? അല്ല. സോഷ്യൽ എംപവർമെൻറ്റ് അല്ലേ. ട്രൈബൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സൊസൈറ്റിയിലുള്ളൊരു ടീമിനെ നമ്മൾ എംപവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയ എന്ന് വരുന്നത് അല്ലേ. അപ്പം ഏതായിരിക്കും ഈ സോഷ്യൽ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന റീജിയൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 9ാമത്തെ ഇത് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം അവിടെ. അങ്ങനെ 20 ക്വസ്റ്റ്യൻസും നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് 20 ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത സമയത്ത് നമുക്ക് എങ്ങനെ ഇനി നമുക്ക് ഇതിന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇത് കൗണ്ട് ചെയ്യുന്ന സമയത്ത് 1ാമത്തെ പോർഷനിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വെച്ചു? 1, 2. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1ാമത്തെ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ, 20 മാർക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം കൗണ്ട് ചെയ്ത് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് റൈഡ് മനസ്സിലാവും. ആൻഷ്യൻ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്ന് 20 മാർക്കിനാണ് UPSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെ മോഡേൺ ഹിസ്റ്ററി, നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന മോഡേൺ ഹിസ്റ്ററി എന്ന് പറഞ്ഞിരിക്കുന്ന റീജിയൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മോഡേൺ ഹിസ്റ്ററിയും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് എണ്ണം നോക്കൂ, അല്ലെങ്കിൽ മാർക്ക് നോക്കൂ. 25 മാർക്ക് മാത്രം. കണ്ടമാനിരുന്ന് പഠിക്കുന്ന ഹിസ്റ്ററിയിൽ നിന്ന് മെയിൻസിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ 25 മാർക്കിന് വേണ്ടി മാത്രം. ഇനി അത് അങ്ങോട്ടേക്ക് GS പേപ്പർ 1,
1 കഴിഞ്ഞ 2ലോ 3ലോ 4ലോ എവിടെയും നമുക്ക് ഹിസ്റ്ററി കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നീട് എസ്സേലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന എത്തിക്സിലോ എവിടെയെങ്കിലും ചെറുതായിട്ട് കണക്ട് ചെയ്യാന്നല്ലാതെ ഡയറക്റ്റ്ലി കണക്ഷൻ വരില്ല. അപ്പം അത്രയും വലിയ ഹിസ്റ്ററിയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻസ് മാർക്ക് 25 മാർക്ക്. ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സെപ്പറേറ്റ് ഭാഗമായിട്ട് നമുക്ക് എടുക്കാം. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, സാധാരണ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. 15 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഹിസ്റ്ററിയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹിസ്റ്ററി എത്ര കൊണ്ട് പഠിച്ചാലും മാക്സിമം 2, 1 അല്ലെങ്കിൽ 2 മാർക്ക് മാത്രമേ, 2 ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കൂ. അത് 10ഓ 15ഓ. അപ്പോൾ ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു, 2 ക്വസ്റ്റ്യൻസ് 15 മാർക്കിന് ചോദിച്ചാൽ പോലും 25 മാർക്കാണ്. 2 ക്വസ്റ്റ്യൻ ഒരിക്കലും ചോദിക്കില്ല, അതിന് 25-30 മാർക്കിന് ചോദിക്കില്ല, മാക്സിമം 25 മാർക്ക്. അപ്പോൾ അവിടെ എത്രയാണ് 15 മാർക്കിന് വേണ്ടി, 15 മാർക്കിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം പഠിക്കുന്നത്. പഠിക്കണം എന്നല്ല, ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും അത് പഠിക്കണം എന്നല്ല. ബട്ട് നിങ്ങൾ ഇതിന് വേണ്ടി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല, സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് എന്ത് പഠിക്കണം അങ്ങനെ ഒഴിവാക്കലും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, പിന്നീട് നിങ്ങൾ ഇവിടെ നോക്കൂ, സൊസൈറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന റീജിയൻ എവിടെ തൊട്ട് വരുന്നത്, ഇവിടെ മുതൽ ഏകദേശം ഇവിടെ വരുന്നത് സൊസൈറ്റിയാണ് അല്ലേ. 2, 2, 4, 2, 6 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്ര മാർക്കിൻ്റെ? 25, 25, 50, 60, 75 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നാളെ ചോദിക്കും, ഇന്ത്യൻ സൊസൈറ്റി നമ്മൾ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിക്കുന്നുണ്ടോ? ഇല്ല. കറണ്ട് അഫയേഴ്സ് മാത്രം കിട്ടുന്ന കാര്യങ്ങൾ 75 മാർക്ക്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഇരുന്ന് പഠിക്കുന്ന സ്ഥാനത്ത് നിന്ന് 25 മാർക്ക് മാത്രം. പോട്ടെ, 3 ഹിസ്റ്ററിയും കൂടി ഞാൻ വേൾഡ് ഹിസ്റ്ററിയും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എല്ലാം ഞാൻ കൂട്ടി നോക്കി. 25, 40, 55 മാർക്ക് മാത്രമേ ടോട്ടൽ വരുന്നുള്ളൂ. വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും എല്ലാം കൂട്ടിയിട്ട്. ഓക്കെ, 55. ഇനി ആർട്ട് ആൻഡ് കൾച്ചർ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് 75 മാർക്കിലേക്ക് എത്തും. ഇവിടെ സൊസൈറ്റിയിൽ നിന്ന് മാത്രം 75 മാർക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് വേറെ കാര്യം കാണിച്ചു തരാം. ജോഗ്രഫിയും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ഒരു ഏരിയ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കീ നാച്ചുറൽ റിസോഴ്സിന് എപ്പോഴും നല്ല ക്വസ്റ്റ്യൻ ചോദിക്കും. ബിക്കോസ് ഇത് വളരെ ഇന്ത്യനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നാച്ചുറൽ റിസോഴ്സിനെ പറ്റി അറിയുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് അവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ ടോട്ടൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം 4, 3, 7, 8 ക്വസ്റ്റ്യൻസ്. മൊത്തം മാർക്ക് എത്രയാണ്? 50, 30, 35, 85, 100 മാർക്കിനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 100 മാർക്കിനാണ് ജോഗ്രഫി ചോദിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ജോഗ്രഫി 100 മാർക്കിന് ചോദിച്ചു, ജോഗ്രഫിയാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് പകരമായി ജോഗ്രഫിയിൽ എന്ത് ചോദിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നാച്ചുറൽ റിസോഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനും സൈലൻറ്റ് ഫീച്ചേഴ്സിന് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചില്ല. നാച്ചുറൽ റിസോഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ജോഗ്രഫി പഠിപ്പിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഇത് പഠിക്കാൻ നിൽക്കില്ല. നിങ്ങൾ ലാസ്റ്റ് പോർഷനിൽ വരുന്ന സമയത്തോ കറണ്ട് അഫയേഴ്സിലോ ആണോ ഈ കാര്യങ്ങൾ കൂടുതലും ഇത് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ ജോഗ്രഫി എടുത്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 2 സാധനങ്ങൾ കാണാൻ പറ്റില്ല. ജോഗ്രഫിക്കൽ ഫിനോമിനൊക്കെ കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, എന്നാലും നാച്ചുറൽ റിസോഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കില്ല. ഓക്കെ, അവിടെയാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്, ഞാൻ ഇന്നലെ പറഞ്ഞത് കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. ഇന്നലെ വ്യക്തമായിട്ടുണ്ട്, ഇന്നത്തെ ക്ലാസ് കഴിയുന്ന സമയം നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ മാർക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ 2005 മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെ 2015 മുതൽ ടോട്ടൽ മാർക്ക് ബൈ സെക്ഷൻസ്, ഹിസ്റ്ററി ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചർ 75 മാർക്ക് ടോട്ടൽ, സൊസൈറ്റി 75 മാർക്ക്, ജോഗ്രഫി 100 മാർക്ക്, അങ്ങനെ 150ഉം 100ഉം കൂട്ടി 250 മാർക്ക് ടോട്ടൽ മാർക്ക് നമുക്ക് ചോദിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം നോക്കും. ഓക്കെ, ഇത് ഞാൻ ഒന്നുകൂടി ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ടോപ്പിക് ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസിനെ ടോപ്പിക്കുകളാക്കി മാറ്റുക. അപ്പം 2015 ഹാരപ്പൻ കൾച്ചർ, അക്ബർ റിലീജിയൻസിനെ പറ്റി, ചണ്ടേൽ ആർട്ട് ഫോംസ്, ക്ലൈമറ്റ് ചേഞ്ച്, ഇങ്ങനെ ഓരോ വർഷത്തെ സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ടോട്ടൽ ഒരു ഐഡിയ കിട്ടും. UPSC എന്താണ് ഫോക്കസ് ചെയ്ത്, ഇപ്പോൾ ഞാൻ ടോപ്പിക്ക് മാത്രം എടുത്തില്ല കേട്ടോ, അതായത് ക്വസ്റ്റ്യൻ എല്ലാം എടുത്തില്ല, ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ടോപ്പിക് എന്താണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ജസ്റ്റ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തപോലെ തന്നെ മാർക്ക് ചെയ്ത് പോയി ആ സിലബസ് ഏരിയ എവിടെയായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, ടോട്ടൽ മാർക്ക് ജസ്റ്റ് നേരത്തെ ചെയ്ത സെയിം കാര്യം തന്നെ. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, അങ്ങനെ നിങ്ങൾ ഒരു 10 വർഷത്തെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് UPSC സിലബസ് കംപ്ലീറ്റ്ലി നിങ്ങളുടെ മൈൻഡിലേക്ക് വരികയും ചെയ്യും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുന്നു ഭയങ്കരമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആവും. ഇനീഷ്യൽ ഫേസിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ബിക്കോസ് ആസ് എ ബിഗിനർ നിങ്ങൾ ഫസ്റ്റ് ഫേസ് തന്നെ UPSCയുടെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനാണ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ബട്ട് നിങ്ങൾ നോർമലി ഒരു ഇംഗ്ലീഷ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായത്തിലാണല്ലോ, ഡിഗ്രി കഴിഞ്ഞ ആളുകളല്ലേ, വല്ലാതെ പേടിക്കേണ്ട, ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവുന്ന സാധനങ്ങൾ മാത്രമേ. അതുകൊണ്ട് ധൈര്യത്തിൽ ഇറങ്ങിക്കോളൂ. നിങ്ങൾക്ക് ഹെൽപ്പിന് വേണ്ടി നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കാം. അങ്ങനെ മാർക്ക് ചെയ്ത് നിങ്ങളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് UPSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ 11ാമത്തെ ആ ജോഗ്രഫിക്കൽ നാച്ചുറൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കും, 4, 4, 2, 3, 3, 2, 3, 2, 3, 1 ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് ഹിസ്റ്ററി നോക്കൂ, വേൾഡ് ഹിസ്റ്ററി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് 1, 2, 1, 1, 1, 1, 1 എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻസ് മാത്രം. ഓക്കെ, ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നൊരു കൺസിസ്റ്റൻസി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മൊത്തം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഓവറോൾ ഞാൻ പറയുന്ന കാര്യം 2015 മുതൽ നിങ്ങൾ മിനിമം നോക്കാം. അതായത് 15 or 14 മുതൽ 2025 വരെയുള്ള, അതായത് 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നിങ്ങൾ ഇതേപോലെ തന്നെ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്ത് സെറ്റാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും UPSCനെ ധൈര്യത്തിൽ നിങ്ങൾ ഇറങ്ങിക്കോളൂ. ഇനി നിങ്ങളുടെ ഡെഡിക്കേഷൻസും കൺസിസ്റ്റൻസിയും
അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം മതി. ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓക്കെ ഇനി ഞാനെല്ലാം ഓക്കെയാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, ഇനി എനിക്ക് പ്രിപ്പറേഷനിൽ ഇറങ്ങാം, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങാം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇന്ന് ആളിക്കത്തിൽ മാത്രം വരാം, കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പറേഷൻ ഒരു വർഷമാണ്, ഒരു വർഷം നിങ്ങൾ 4 മണിക്കൂർ ഡെയിലി ആണെങ്കിൽ 4 മണിക്കൂർ ഡെയിലി പോയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, ഈ ഒരു പാറ്റേൺ അങ്ങോട്ട് ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, ഇതാണ് GS പേപ്പർ 1 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് GS പേപ്പർ 2ലേക്ക് പോവാം. ഈ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, GS പേപ്പർ 2ലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സെയിം പ്രൊസീജിയർ ആണ് ചെയ്യുന്നത്. ഞാൻ 2-3 ക്വസ്റ്റ്യൻസുകൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം, ഞാൻ അധികം ടൈം എടുക്കുന്നില്ല ഈ ഇന്നത്തെ ഒരു സെഷന് വേണ്ടിയിട്ട്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിപ്പോൾ 2025 ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും, ബട്ട് 2014 എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ഡൗട്ട് വരും. അപ്പോൾ ഞാൻ എല്ലാം ചെയ്ത് കാണിക്കേണ്ടി വരും. ഓക്കെ, ഇതൊരു ആക്ച്വലി ഈ നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്കാണ് ഈ സാധനം. അപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ഐഡിയ തരാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം 2025 GS പേപ്പർ 2 ക്വസ്റ്റ്യൻ എടുക്കാം. സിലബസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡിന് എടുക്കാം. ഓക്കെ, മെത്തേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ കറക്റ്റ് പ്രാക്ടീസസ് ഫോർ ദ പർപ്പസ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ഓഫ് 1951. അനലൈസ് വെദർ ദ ഇൻക്രീസ് ഇൻ അസറ്റ്സ് ഓഫ് ലെജിസ്ലേച്ചേഴ്സ് ആൻഡ് ഓർ ദർ അസറ്റ്സ് ഡിസ്പ്രൊപ്പോർഷൻ ദർ നോൺ സോഴ്സ് ഓഫ് ഇൻകം വുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആൻഡ് കോൺസിക്വൻ്റ്ലി എ കറക്റ്റ് പ്രാക്ടീസ്. അപ്പോൾ അതായത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളെ ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം അതുവരെ നമ്മൾ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ ടൈമിൽ ഈ പറഞ്ഞിരിക്കുന്ന ലെജിസ്ലേച്ചേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാൻഡിഡേറ്റ്സുകൾ അവരുടെ സോഴ്സുകൾ നമ്മൾ പ്രദർശിപ്പിക്കും, അല്ല ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കണം നിങ്ങൾക്ക് എത്ര സോഴ്സ് എന്നുള്ള കാര്യങ്ങൾ. ബട്ട് അതിനേക്കാൾ കൂടുതൽ സോഴ്സുകളായിരിക്കും പിന്നീട് ഇവർ ലെജിസ്ലേച്ചറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവരെ കൈക്കിടുന്നത് അല്ലേ. അതായത് ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ രാഷ്ട്രീയത്തിൽ കേൾക്കുന്നൊരു കാര്യമില്ലേ, എന്താണ് ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് 5 പൈസ കയ്യിലായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൻ കോടീശ്വരനാണ് പല ആളുകളും. അപ്പം ആ കാര്യം ഒരു കറക്റ്റ് പ്രാക്ടീസിലൂടെയാണോ വരുന്നത്, ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത്. അതായത് ഇലക്ഷൻ നിൽക്കുന്ന കാൻഡിഡേറ്റ് ആയിട്ട് നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ കയ്യിൽ 1000 രൂപ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് നിങ്ങൾ ലെജിസ്ലേച്ചറായി മാറുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്ത് നിറഞ്ഞത് 10 ഇരട്ടിയായി മാറുന്നു. ഓക്കെ, അപ്പോൾ അതൊരു കറക്റ്റ് പ്രാക്ടീസ് ആണോ എന്നുള്ള കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നില്ല. ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആക്കി തരാൻ സാധിക്കും, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പോകില്ല. അപ്പം കാര്യം മനസ്സിലായി. ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടുമായി ബന്ധപ്പെട്ട കാര്യം എന്തോ ആണ്. അപ്പോൾ സിലബസിലേക്ക് പോയി നോക്കുക. സിലബസിലേക്ക് നമ്മൾ എവിടെയാണ് പറയുന്നത്? ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോ കാര്യങ്ങളൊന്നുമല്ല, ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് എന്ന് പറയുന്നല്ലേ. അപ്പം 7ാമത്തെ പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, ദെൻ 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കമന്റ് ദ നീഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആസ് കമ്പയർഡ് ടു കോർട്ട് സിസ്റ്റം. അസസ് ദ ഇമ്പാക്ട് ഓഫ് റീസെൻറ്റ് ട്രൈബ്യൂണൽ റിഫോംസ് ത്രൂ റാഷണലൈസേഷൻ ഓഫ് ട്രൈബ്യൂണൽസ് മെയ്ഡ് ഇൻ 2021. അതായത് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് വേണം. ലോകദാലത്തിൽ ലോക്പാൽ എന്ന് കേട്ടില്ലേ, നിങ്ങൾ പറയുന്നില്ല ഒരു ജപ്തി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ട്രൈബ്യൂണൽസിൻ്റെ മുന്നിൽ ഹാജരാവണമെന്നൊക്കെ പറയുന്നത്. ആക്ച്വലി കോർട്ടല്ല, ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് ഈ ട്രൈബ്യൂണൽസ് എന്ന് പറയുന്നത്. അതൊരു ജുഡീഷ്യൽ ബോഡിയല്ല, ഒരു കോർട്ടോ കോടതിയല്ല. കാരണം കോടതിയിൽ ഒരുപാട് കേസുകൾ വരും. പല കേസുകളും കോടതിയിൽ എത്താറില്ല, പല കേസുകളും കോടതിയിൽ തീരാറില്ല, പലപ്പോഴും കേസുകൾ പെൻഡിങ് ആണ്. അപ്പോൾ പെൻഡിങ് കേസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ട്രിബ്യൂണൽസുകൾ റെഡിയാക്കുന്നത്. റിട്ടയർഡ് ആയുള്ള ജഡ്ജിമാരും കാര്യങ്ങളൊക്കെ ഇത്തരം ട്രിബ്യൂണൽസ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ആ ട്രിബ്യൂണൽസ് അപ്പോൾ അതായത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള ട്രിബ്യൂണൽസിൻ്റെ എണ്ണം കൂടുന്നതുകൊണ്ട് ഇപ്പോൾ റീസെൻ്റ് 2021 റാഷണലൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ട്രിബ്യൂണൽസിന്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നത് നമുക്കൊരു ഇമ്പാക്റ്റ്, സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ കേസുകളുടെ പെൻഡിങ് ഒക്കെ കുറക്കാൻ സാധിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ട്രിബ്യൂണൽസ് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അപ്പോൾ ക്വാസി ജുഡീഷ്യൽ ബോഡിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് ക്വാസി ജുഡീഷ്യൽ ബോഡി. അപ്പോൾ ഇവിടെ GS പേപ്പർ 2 സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ആൻഡ് ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 9 അവിടെ പോയിന്റ് ഉള്ളത്, 9 അവിടുത്തെ നമ്പർ. അപ്പോൾ നമ്മൾ 9 മാർക്ക് ചെയ്ത് പോകാം. ഓക്കെ, 9 മാർക്ക് ചെയ്ത് പോകാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് തരാം. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റെസ്പോൺസിബിലിറ്റീസ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, പാർലമെൻറ്റ്, സ്ട്രക്ചർ, ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയും ഏരിയാസ് വരെ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്ത് പറയാം, ഏരിയാസ് അല്ല, ഇത്രയും ഏരിയാസ് വരെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഈ ഏരിയാസ് വരെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഈ ഏരിയയിൽ നിന്ന് ഗവൺമെൻറ് പോളിസീസ്, വെൽഫെയർ ആക്ടിവിറ്റീസ്, ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂസുകൾ, പോവർട്ടി, ഹങ്കർ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ റോൾ ഓഫ് സിവിൽ സർവീസ് ആൻഡ് ഡെമോക്രസി വരെ ഇത്തരം ഏരിയാസ് വരെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയാസ് ആയിട്ട് മാറ്റാം. ഇത്ര വരെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ഗവേണൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിലേക്ക് മാറ്റാം. ഇവിടം വരെ ഗവേണൻസ്.
ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇൻ്റർനാഷണൽ റിലേഷൻസ് IR എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത്. അപ്പം ജസ്റ്റ് ഇപ്പോൾ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ പറഞ്ഞോളൂ, എന്ത് പറയാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് 3 മെത്തേഡായിട്ട് പറഞ്ഞത്. സോഷ്യൽ ജസ്റ്റിസും കൂടി ഇൻക്ലൂഡ് ആകുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾ പറയേണ്ട, നിങ്ങൾ 3ആയിട്ട് പറഞ്ഞാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവേണൻസ്, ദെൻ ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഇതാണ് GS പേപ്പർ 2 പഠിക്കാനുള്ള 3 മെയിൻ സബ്ജക്റ്റുകൾ. അതിന് സബ് ഡിവൈഡ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ പ്രസിഡന്റ് പവർ ടു പാർഡൺ ഇൻ ഇന്ത്യ ആൻഡ് USA. Are there any limits to it in both the countries? What are preemptive pardons? ഇപ്പോൾ പ്രീംറ്റീവ് പാർഡൻസ് എന്താണെന്ന കാര്യം കൂടി ലാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ പാർഡനിങ് പവർ ക്ഷമാപണം നൽകാനുള്ള പ്രസിഡൻറ്റിൻ്റെ പവേഴ്സും ഇന്ത്യയിലും USA സെയിം ആണോ, എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ 2 കൺട്രീസിലുള്ള ഈ പാർഡനിങ് പവേഴ്സിന്? അതുപോലെ തന്നെ മുൻകൂർ മാപ്പ്, പ്രിമിറ്റീവ് പവേഴ്സ് വെച്ചാൽ മുൻകൂറായിട്ടുള്ള മാപ്പ് കൊടുക്കുന്നവരുടെയാണ്. ഇപ്പോൾ മുൻകൂർ ജാമ്യം എന്നൊക്കെ പറയുന്ന പോലെ മുൻകൂർ മാപ്പ്, അതായത് ട്രയൽസിലൊന്നും പോകേണ്ട, ക്രിമിനൽ ട്രയൽസൊന്നും പോകേണ്ട, പക്ഷേ അതിന് മുന്നേ മുൻകൂറായിട്ട് മാപ്പ് നൽകുന്ന ഒരു പരിപാടിയാണ് പറയുന്നത്. അപ്പം ഇവിടെ ഈ ഒരു സാധനം നോക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? സോ സംതിങ് കമ്പയർ ചെയ്തു അല്ലേ. അപ്പോൾ ഇന്ത്യൻ എന്തോ ഭാഗമായിട്ട് മറ്റേ രാജ്യമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ കമ്പാരിസൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കമ്പാരിസൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ, കമ്പാരിസൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം വിത്ത് അതർ കൺട്രീസ്. ഇന്ത്യൻ ഭരണഘടനയുടെ സ്കീമാണ് എന്ത് ഈ പാർഡനിങ് പവർ നൽകുന്നത്. അത് മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ നോക്കി, ഇപ്പോൾ USA ആയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4ാമത്തെ പോർഷൻ എന്ന കാര്യം നമ്മൾ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് 4 മാർക്ക് ചെയ്ത് പോകാം. ഇനി 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഡിസ്കസ് ദ നാച്ചർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആഫ്റ്റർ ദ ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 2019. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ അസംബ്ലി ഓഫ് ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. അതായത് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞ് 2019 370 എടുത്ത് കളഞ്ഞ് റീഓർഗനൈസേഷൻ ആക്ട്, അതായത് സ്വയം ഭരണം എന്നുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു. ഓക്കെ. അപ്പോൾ ഇപ്പോഴെങ്ങനെയാണ്, ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് യൂണിയൻ ടെറിട്ടറി വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അസംബ്ലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഓക്കെ. അപ്പം എസ്പെഷ്യലി എവിടേക്കാണ് പോകുന്നത്? വർക്കിംഗ് ഓഫ് സ്റ്റേറ്റ് അസംബ്ലി അല്ലേ. ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് പെർട്ടൈനിങ് ടു ഫെഡറൽ സ്ട്രക്ചർ ഡെവല്യൂഷൻ ഓഫ് പവർ. അതായത് ഇവിടെ ഇപ്പം കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് എങ്ങോട്ടായിരിക്കും? ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ്. ഓക്കെ, അതല്ല ഇവിടെ ചോദിക്കുന്നത്. അതായത് ജമ്മു ആൻഡ് കാശ്മീരല്ല, ഇവിടെ ചോദിച്ചിരിക്കുന്ന ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ അസംബ്ലി ഓഫ് യൂണിയൻ ടെറിട്ടറി. അതായത് യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു സാധനം, അതായത് കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതിൻ്റെ പവേഴ്സ് എന്താണ് ഇൻ കമ്പാരിസൺ ടു ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് ഓക്കെ എക്സ്പ്ലെയിൻ അബൌട്ട് യൂണിയൻ ടെറിട്ടറീസ് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നല്ല ചോദിച്ചിട്ടുള്ളത്. അതാണെങ്കിൽ ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് യൂണിയൻ ടെറിട്ടറീസ് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് ഇന്ന പവേഴ്സ് ഇന്ന കാര്യങ്ങൾ എഴുതി വെക്കാം. ബട്ട് എസ്പെഷ്യലി കണക്റ്റഡ് ടു ജമ്മു ആൻഡ് കാശ്മീരിലെ യൂണിയൻ ടെറിട്ടറിൻ്റെ പവേഴ്സും കാര്യങ്ങളും. അപ്പോൾ ഡയറക്ട്ലി ചോദിക്കുന്ന ജമ്മു ആൻഡ് യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശം എന്താണെന്നാണ് ചോദിക്കുന്നത്. ബട്ട് എവിടെയോ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജമ്മു ആൻഡ് കാശ്മീർ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സിൽ എപ്പോഴും ജമ്മു ആൻഡ് കാശ്മീർ കണക്റ്റഡ് ആയിരിക്കണം ഈ സാധനം പോകുന്നത്. അപ്പം പവേഴ്സ് എന്താണ്, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? 2 മാർക്ക് ചെയ്ത് പോകും. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഗൈഡിംഗ് ദ ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് ദ യൂണിയൻ ഗവൺമെന്റ് ആൻഡ് എൻഷുറിംഗ് സൗണ്ട് ഗവേണൻസ് ത്രൂ ലീഗൽ കൗൺസിൽ. ഡിസ്കസ് ഹിസ് റെസ്പോൺസിബിലിറ്റീസ്, റൈറ്റ് ആൻഡ് ലിമിറ്റേഷൻസ് ഇൻ ദിസ് റിഗാർഡ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ആയിട്ടില്ല. അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? അറ്റോർണി ജനറൽ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ. അതായത് നമ്മുടെ ഭരണത്തിൻ്റെ, അതായത് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു വക്കീലാണ് അറ്റോർണി ജനറൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അതായത് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല, സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് ഇന്ന കേസ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ്, അതുപോലെ തന്നെ എന്താണ് കേശവാനന്ദ ഭാരതി കേസ്. നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് കേശവാനന്ദ ഭാരതി കേസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോറി, അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റേറ്റിന് വേണ്ടി ആരെ റെപ്രസെൻറ്റ് ചെയ്യാം? അപ്പോൾ അവിടെ അറ്റോർണി ജനറൽ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റോർണി ജനറൽ ആണ്, AG ആണ് പ്രസിഡന്റ്, അതായത് ഗവൺമെൻറ്റിൻ്റെ വക്കീലാണ് AG എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ AG എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഓക്കെ. അറ്റോർണി ജനറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ലീഗൽ ഫ്രെയിംവർക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നത്, ഒരു സൗണ്ട് ഗവേണൻസ് ഉണ്ടാക്കാൻ അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു, ഒരു ലീഗൽ കൗൺസിലായിട്ട് ഒരു ലീഗൽ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് കാര്യങ്ങൾ നിയന്ത്രിച്ച് പോകാൻ എങ്ങനെ സഹായിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസുകൾ എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ്. അപ്പോൾ ആക്ച്വലി ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അറ്റോർണി ജനറലിനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പവേഴ്സ് ആൻഡ് പ്രിവിലേജസ് കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോയി നോക്കാം? സിലബസിലേക്ക് പോകുന്ന സമയത്ത് അപ്പോയിൻമെൻറ്റ് വാരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്, അതായത് ഇത് അറ്റോർണി ജനറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് അല്ലേ, അവിടേക്കുള്ള അപ്പോയിൻമെൻറ്റുകൾ, അതിൻ്റെ പവേഴ്സ്, അതിൻ്റെ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്,
അപ്പോൾ അറ്റോർണി ജനറലിന് റെസ്പോൺസിബിലിറ്റി അല്ല ഇവിടെ ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി ഈ പറഞ്ഞിരിക്കുന്ന 8ാമത്തെ ഇതവിടെ എഴുതി വെക്കാം. ഓക്കെ, 8 അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വുമൺസ് സോഷ്യൽ ക്യാപിറ്റൽ കോംപ്ലിമെൻറ്റ്സ് ഇൻ അഡ്വാൻസിങ് എംപവർമെൻറ്റ് ആൻഡ് ജെൻഡർ ഇക്വിറ്റി. അതായത് വുമൺസിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ വുമൺസിനെ പറ്റി ചോദിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം ഏത് പോർഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യൂ. സബ്ജക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ ചോദിച്ചിട്ടുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പറയാൻ പറ്റുമോ? കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ടുള്ള കാര്യമാണോ? ഓക്കെ, വെയിറ്റ്, ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ദെൻ ഗവേണൻസിലാണ് വരുന്നത് അല്ലേ? ഗവേണൻസിൽ എവിടെയാണ് വരുന്നത് നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൺസ് എംപവർമെൻറ്റ് വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് വുമൺസിനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കിയാൽ മാത്രം പോരാ, വുമൺസിൻ്റെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് ഓക്കെ എംപവർമെൻറ്റ് സോഷ്യൽ ക്യാപിറ്റൽ കോംപ്ലിമെൻസുകൾ കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സൊസൈറ്റിയിൽ അത്യാവശ്യം വാല്യൂ കൊടുക്കണം. ജസ്റ്റ് അവർക്ക് കയ്യിൽ കുറേ പൈസ കൊടുത്താൽ മാത്രം വുമൺ എംപവർമെൻറ്റ് നടക്കില്ല എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അത് ശരിയാണോ തെറ്റാണോ? ജസ്റ്റ് കുറേ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എംപവേർഡ് ആവോ? വുമൺസ് എംപവേർഡ് ആവോ? ഇല്ല, അവർക്ക് ഒരു സോഷ്യൽ ക്യാപിറ്റൽ കോംപ്ലിമെൻസുകൾ കൊടുക്കണം അല്ലേ? സൊസൈറ്റി ഇറങ്ങുന്ന സമയത്ത് ഒരു പെൺകുട്ടിയാണ് എന്ന് താഴെ കയ്യിൽ പെൺകുട്ടി എന്ന് പറയുന്നതിന് പകരമായിട്ട് അവളൊരു പെണ്ണാണ് എന്ന് പറയാൻ പറ്റുന്ന ലെവലിലേക്ക് മാറ്റി കഴിയണം. എന്നാൽ മാത്രമേ ജെൻഡർ ഇക്വിറ്റി നമുക്ക് എംപവർമെൻറ്റും ജെൻഡർ ഇക്വിറ്റിയും നമുക്ക് കൊടുക്കാൻ സാധിക്കൂ. അത് ശരിയാണോ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വുമണുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയായിരിക്കും ഗവൺമെൻറ് പോളിസീസ്, NGOs കാര്യങ്ങളെന്ന് വെച്ചാൽ വെൽഫെയർ സ്കീംസ് ഓഫ് വൾണറബിൾ സെക്ഷൻസ്. വുമൺസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വൾണറബിൾ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ വെൽഫെയർ സ്കീം ഓഫ് വൾണറബിൾ സെക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓഫ് ദ പോപ്പുലേഷൻ ബൈ സെൻട്രൽ സ്റ്റേറ്റ് പെർഫോമൻസ് ആൻഡ് ദി സ്കീംസ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചാൽ അപ്പോൾ വെൽഫെയർ വൾണറബിൾ സെക്ഷൻസിൻ്റെ വെൽഫെയർ സ്കീമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ 7ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഗവേണൻസ് പ്രൊജക്ട്സ് ഹാവ് ബിൽറ്റ് ഇൻ ബയാസ് ടുവേർഡ്സ് ടെക്നോളജി ആൻഡ് ബാക്ക് ആൻഡ് ഇൻ്റഗ്രേഷൻ ദെൻ യൂസർ സെൻട്രിക് ഡിസൈൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ഗവേണൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടെക്നോളജിക്ക് വേണ്ടിയിട്ടാണോ ഈ ഗവേണൻസ് ഉള്ളത്, അതോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഗവൺമെൻറ് സേവനങ്ങൾ നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ടെക്നോളജിക്ക് വേണ്ടിയിട്ടാണോ ഈ ഗവേണൻസ് എന്ന സാധനം തുടങ്ങിയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഗവേണൻസ് പറഞ്ഞിരിക്കുന്ന ഏരിയ നമുക്ക് അത്രയൊന്നും പോകേണ്ട കാര്യമില്ല അല്ല. ഇമ്പോർട്ടൻസ് ആസ്പെക്ട് ഓഫ് ഗവേണൻസ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഈ ഗവേണൻസ്, അപ്ലിക്കേഷൻസ്, മോഡൽസ്, സക്സസ്, ലിമിറ്റേഷൻ. അപ്പോൾ ഈ ഗവേണൻസ് വ്യക്തമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഗവേണൻസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് മാർക്കാം 14 എന്ന് പറഞ്ഞിരിക്കുന്ന റോമൻ ലെറ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 14ലേക്ക് മാർക്ക് ചെയ്ത് വെക്കാം അല്ലേ? അപ്പോൾ 14 മാർക്ക് ചെയ്ത് വെക്കാം, സിമ്പിൾ. ദെൻ ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ആർ ഫോംഡ് പെർസീവ്ഡ് ആസ് ബീങ് ആൻറ്റി സ്റ്റേറ്റ് ആക്ടേഴ്സ് ദെൻ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. ഡു യു അഗ്രി? അപ്പോൾ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെ NGO, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, സെൽഫ് ഹെൽപ്പിംഗ് ഗ്രൂപ്പുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ കാലഘട്ടത്തിൽ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് പണ്ടാണെങ്കിൽ ഒരു നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, അതായത് ഗവൺമെൻറ്റിനെതിരെ പ്രഷറൈസ് ചെയ്യുന്ന ഒരു ഡെമോക്രാറ്റിക് വ്യവസ്ഥിതിയിലുള്ള ഒരു ഓർഗനൈസേഷനിൽ നിന്ന് പകരമായിട്ട് ഇപ്പം ഒരു ടെററിസ്റ്റ് രീതിയിലുള്ള ലെവലിലേക്ക് മാറുന്നുണ്ടോ? ഡു യു ബിലീവ്, ഡു യു അഗ്രി? സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ആർ ഓഫൺ പെർസീവ്ഡ് ആസ് ബീങ് ആൻറ്റി സ്റ്റേറ്റ് ആക്ടേഴ്സ് ദെൻ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. അപ്പോൾ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് നമ്മൾ ഗവൺമെൻറ്റിനെ പ്രഷറൈസ് ചെയ്യുക. NGOs ഒക്കെയാണ് പ്രഷറൈസ് ചെയ്യുന്നത്. ഇപ്പം എൻവയറമെൻറ്റൽ NGOs ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ പോലെ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ആൻറ്റി സ്റ്റേറ്റ് ആയിട്ട് മാറുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. അത് ശരിയാണോ? പണ്ടത്തെ പോലെ സമാധാനപരമായിട്ടുള്ള രീതിയിലാണോ കാര്യങ്ങളൊക്കെ സെൽഫ് ഹെൽപ്പിംഗ് ഗ്രൂപ്പുകളും NGO ഒക്കെ ചെയ്യുന്നത്? അപ്പോൾ ഇതാണ് നമുക്ക് പല എക്സാമ്പിൾസ്, ഇഷ്ടംപോലെ ഗവൺമെൻറ് എക്സാമ്പിൾസ് നമുക്ക് സൊസൈറ്റിയിൽ തന്നെ ന്യൂസ് പേപ്പറിലൊക്കെ വാങ്ങിച്ച ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 8ാമത്തെ ഏരിയ നോക്കുന്ന സമയത്ത് എസ്പെഷ്യലി നമുക്ക് നേരിട്ട് പറയാം എവിടെയാണ് ചോദിച്ചുള്ളത്? സെൽഫ് ഹെൽപ്പിംഗ് ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ NGOs കാര്യങ്ങൾ പറ്റിയുള്ളത്. അപ്പം എവിടെയാണ് ഇത് മാർക്ക് ചെയ്തിട്ടുള്ളത്? ദ റോൾ ഓഫ് NGOs, SHG, വാരിയസ് ഗ്രൂപ്പ്സ് ആൻഡ് അസോസിയേഷൻ, ഡോണേഴ്സ്, ചാരിറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ വ്യക്തമായിട്ട് ഇത് മെൻഷൻ ചെയ്തിട്ടില്ലേ? അപ്പോൾ 10ാമത്തെ ഏരിയാസ് ആണ് മെൻഷൻ ചെയ്തത്. അപ്പോൾ 10 നേരെ മാർക്ക് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി. ഓക്കെ, ദെൻ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ ആഫ്രിക്ക ഡിജിറ്റൽ പാർട്ണർഷിപ്പ് ഈസ് അച്ചീവിംഗ് മ്യൂച്വൽ റെസ്പെക്ട്, കോ ഡെവലപ്മെൻറ്റ് ആൻഡ് ലോങ് ടേം ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ണർഷിപ്പ്, എലാബറേറ്റ്. അപ്പോൾ ഇവിടെ ഇന്ത്യ ആഫ്രിക്ക റിലേഷൻ, അപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻ ആണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഇൻ്റർനാഷണൽ റിലേഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കാര്യം മനസ്സിലായി. ഇനി അങ്ങോട്ട് അധികം ദൂരം പോകേണ്ട ആവശ്യമില്ല അല്ലേ? ഇൻ്റർനാഷണൽ റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇന്ത്യ ആഫ്രിക്ക ഡിജിറ്റൽ പാർട്ണർഷിപ്പ് ഈസ് അച്ചീവിങ് മ്യൂച്വൽ റെസ്പെക്ട്. അതായത് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ പാർട്ണർഷിപ്പ് ജസ്റ്റ് ഒരു ഡിജിറ്റൽ സെക്ടറിൽ മാത്രമുള്ള ഒരു പാർട്ണർഷിപ്പ് അല്ല. അത് മ്യൂച്വൽ റെസ്പെക്ട് എന്ന് വെച്ചാൽ അത് പല മേഖലകളിലേക്ക് ഇന്ത്യ ആഫ്രിക്ക പാർട്ണർഷിപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത്. കോ ഡെവലപ്മെൻറ്റ് ആൻഡ് ലോങ് ടേം ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ണർഷിപ്പിലേക്ക് മാറും. ജസ്റ്റ് ഒരു നമ്മൾ ഡിജിറ്റൽ സെക്ടറിൽ സൈൻ ചെയ്യുക, നമ്മളൊരു ടെക്നോളജി ട്രാൻസ്ഫർ, അത് മാത്രമല്ല വളരെ വലിയൊരു ബൃഹത്തായിട്ടുള്ളൊരു പാർട്ണർഷിപ്പിലേക്കാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ആഫ്രിക്ക എന്ന് പറഞ്ഞിരിക്കുന്ന റിലേഷനെ പറ്റി, ഇന്ത്യയും മറ്റേത് രാജ്യമായിട്ടുള്ള റിലേഷനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ്റർനാഷണൽ റിലേഷൻ ആണ്. ഇൻ്റർനാഷണൽ റിലേഷൻ എവിടെ ചോദിച്ചിട്ടുള്ളത്? ഇന്ത്യ ആൻഡ് നെയ്ബർഹുഡ് റിലേഷൻസ്. ഓക്കെ,
അതാണോ ചോദിച്ചിട്ടുള്ളത്? അപ്പം അതിനേക്കാൾ കൂടുതൽ ഇതൊരു എഗ്രിമെൻ്റ് അല്ലേ, ഒരു പാർട്ണർഷിപ്പ് അല്ലേ? ബൈലാറ്ററൽ, റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സ്. ഇവിടെ നമുക്ക് ബൈലാറ്ററൽ, ഇന്ത്യ ആൻഡ് ആഫ്രിക്ക ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്സ് ഇൻവോൾവിംഗ് ഇന്ത്യ ആൻഡ് അഫക്റ്റിംഗ് ഇന്ത്യാസ് ഇൻട്രസ്റ്റ്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഇത് പറയാം. ഇന്ത്യ ആൻഡ് നെയ്ബർഹുഡ് റിലേഷൻസ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് വരാൻ പറ്റില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അത് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഓക്കെ, അല്ലാതെ അവരുമായിട്ട് നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ലോ. ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ വെച്ച് എന്താണ്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്രമാണ് അവിടെ മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ എഫക്റ്റീവ് പോളിസികളല്ല, മറ്റേതെങ്കിലും രാജ്യത്ത് ഉണ്ടാക്കുന്ന പോളിസികളെ പറ്റിയല്ല പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ പറ്റിയുമല്ല ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് ദ വെയിനിങ് ഓഫ് ഗ്ലോബലൈസേഷൻ പോസ്റ്റ് കോൾഡ് വാർ വേൾഡ് ഈസ് ബിക്കം എ സ്റ്റേറ്റ് ഓഫ് സോവറിൻ നാഷണലിസം എലൂസിഡേറ്റ്. അതായത് നമ്മുടെ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ടെക്നോളജി, അതായത് നമ്മൾ ഭയങ്കര മാർക്കറ്റൊക്കെ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഇപ്പം നമ്മൾ ഇറാൻ വാറൊക്കെ വന്ന സമയത്ത് പല രാജ്യങ്ങളും പല സാധനങ്ങളും ഷട്ട് ഡൗൺ ചെയ്തു, പല സാധനങ്ങളും നമുക്ക് തരുന്നില്ല, പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ ഷെയർ ചെയ്യുന്നില്ല. ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, എല്ലാ രാജ്യങ്ങളും കണക്ട് ചെയ്ത് ഭയങ്കര സൗഹൃദപരമായിട്ട് സാധനങ്ങൾ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു, എല്ലാ സാധനങ്ങളും ലഭിക്കുകയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ പല സിറ്റുവേഷനുകൾ വരുന്നത് കൊണ്ട് ഇപ്പോൾ പോസ്റ്റ് കോൾഡ് വാറിന് ശേഷം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്, പോസ്റ്റ് കോൾഡ് വാർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വെസ്റ്റേൺ കൺട്രീസ് ആൻഡ് ഈസ്റ്റേൺ കൺട്രീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനാഷണൽ റിലേഷൻസിനെ കുറച്ചധികം പോകണം കേട്ടോ, അത്രയും പോകുന്നില്ല. അപ്പോൾ ആ സംഭവത്തിൽ വരുന്നൊരു ഇഷ്യൂ ആണ്. അപ്പം ഈ ഗ്ലോബലൈസേഷൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് മാർക്കറ്റൊക്കെ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഓരോ രാജ്യം, ഇപ്പോൾ ഇറാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഷട്ട് ഡൗൺ ചെയ്തു, വേറെ രാജ്യങ്ങൾക്കൊന്നും കൊടുക്കുന്നില്ല, മറ്റ് രാജ്യങ്ങൾക്കൊന്നും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. റഷ്യ ഒന്നും കൊടുക്കാൻ ശ്രമിക്കുന്നില്ല, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പം മൊത്തത്തിൽ എല്ലാം മാറ്റി ഗ്ലോബലൈസേഷൻ പറ്റി നാഷണലിസം, സോവറിൻ നാഷണലിസം എന്ന് പറഞ്ഞിരിക്കുന്ന ഐഡിയയിലേക്ക് പോയിക്കൊണ്ട്, അതായത് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞിരിക്കുന്ന സൈഡിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അത് ഏത് ഏരിയയിലേക്ക് വരും? എഫക്റ്റ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ പലതരത്തിലുള്ള പൊളിറ്റിക്സ് ചേഞ്ച് കൊണ്ടാണ് നമ്മുടെ ഗ്ലോബലൈസേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. പലതരത്തിലുള്ള പൊളിറ്റിക്സുകളും പല രാജ്യങ്ങളിൽ നടക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന പല രാജ്യങ്ങളും ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്നത്. പോർട്ടുകൾ ഷട്ട് ഡൗൺ ചെയ്യുന്നു, പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നില്ല. സൗഹൃദപരമായിട്ട് ആണെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. അപ്പം നമുക്കിത് എവിടേക്ക് ഇടാം? 18ാമത്തെ റോമൻ നമ്പേഴ്സിലേക്ക് മാർക്ക് ചെയ്തിടാം. ഓക്കെ, then 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Constitutional morality is the fulcrum which act as essential check upon high functionaries and citizens alike. In view of above observation of Supreme Court, explain the concept of constitutional morality and its application to ensure balance between judicial independence and judicial accountability in India. Okay, that means Supreme Court observation അവിടെ പറഞ്ഞിട്ടുള്ളത്. Explain the concept of constitutional morality. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു. ഓക്കെ, ഒരു ചെറിയൊരു കോട്ട് തന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഇസ് ദ ഫാൽക്രം വിച്ച് ആക്ട് ആസ് എസെൻഷ്യൽ ചെക്ക് അപ്പോൺ ദ 5 ഫംഗ്ഷൻസ് ആൻഡ് സിറ്റിസൺ അലൈക്ക്. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇൻ ദ വ്യൂ ഓഫ് എബോവ് ഒബ്സർവേഷൻ ഓഫ് സുപ്രീം കോർട്ട്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ടു എൻഷുർ ബാലൻസ് ബിറ്റ്വീൻ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ഇൻ ഇന്ത്യ. അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിൽ നോക്കുന്ന സമയത്ത് എവിടെയാണ് ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ ജുഡീഷ്യറിനെ പറ്റിയിട്ടും, എസ്പെഷ്യലി ചോദിച്ചിരിക്കുന്നത് ജുഡീഷ്യറിനെ പറ്റിയിട്ടും, ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസും ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റിയാണ്. അതായത് നമ്മുടെ കോർട്ടുകൾ, ഓക്കെ, നിയമ സംവിധാനങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ അക്കൗണ്ടബിൾ ആയിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നോ? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ വാരിയസ് ഓർഗൻസ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചേഴ്സ്, ഇവർ തമ്മിലുള്ള സെപ്പറേഷനാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 3 മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഏരിയ 3ലേക്ക് മാർക്ക് ചെയ്തു. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക് ക്വസ്റ്റ്യൻ എടുത്ത സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി കൺഫ്യൂഷൻ ആവും. വല്ല കൺഫ്യൂഷൻ ആവേണ്ട, കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം മിക്സിങ് ആവും. പൊളിറ്റി സബ്ജക്റ്റ് വരുന്ന സമയത്ത് വലിയ പേടിക്കണ്ട. പൊളിറ്റിയും ജസ്റ്റ് പഠിച്ച് കഴിഞ്ഞ് കറണ്ട് അഫയേഴ്സും കറക്റ്റ് ഫോളോ ചെയ്ത് ഇതൊക്കെ ഈസി ആയിട്ട് ക്വസ്റ്റ്യനായി മാറും. ഓക്കെ, ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് കൺഫേർഡ് ദ അമെൻഡിംഗ് പവർ ഓൺ ദ ഓർഡിനറി ലെജിസ്ലേച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് പ്രൊസീജിയേഴ്സ് ഹഡിൽസ്. ഇൻ വ്യൂ ഓഫ് ദിസ് സ്റ്റേറ്റ്മെന്റ്, examine the procedural and substantive limitation on the amending powers of the parliament to change the constitution. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് അമെൻഡിങ് പവർ ഓഫ് പാർലമെൻ്റ് ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ പവേഴ്സിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ്, എവല്യൂഷൻ, ഫീച്ചേഴ്സ്, അമെൻമെൻറ്റ്, സിഗ്നിഫിക്കൻറ്റ് പ്രൊവിഷൻസ് ആൻഡ് ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ബേസിക് സ്ട്രക്ചറിനെ പറ്റിയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് പാർലമെൻറ്റിന് അമെൻഡ് ചെയ്യാം, ഭരണഘടന അമെൻഡ് ചെയ്യാം, ബട്ട് അമെൻഡ് ചെയ്യുന്ന സമയത്ത് ബേസിക് സ്ട്രക്ചർ, അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കുറേ പ്രൊവിഷൻസുകൾ, ഫണ്ടമെൻ്റൽ റൈറ്റ് പോലെ കുറേ പ്രൊവിഷൻസുകൾ, അതൊന്നും അമെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം പാർലമെൻറ്റിൻ്റെ കുറച്ച് പവേഴ്സുകൾ വെച്ചിട്ട് ഏതൊക്കെ കാര്യങ്ങൾ അമെൻഡ് ചെയ്യാം, എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രൊസീജിയറൽസ് കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ,
അതായത് എന്തൊക്കെ ലിമിറ്റേഷൻസ് പാർലമെൻറ്റിനുണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ഭരണഘടന അമെൻഡ് ചെയ്യുന്ന സമയത്ത്. പല രീതിയിൽ നമുക്ക് പാർലമെൻറ്റ് പ്രൊസീജിയേഴ്സിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം, ഇത്ര മെജോറിറ്റി ആവശ്യമായിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെ പറ്റി നമുക്ക് എഴുതി ഫലിപ്പിക്കാം. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റൻ നോക്കാം. ഡിസ്കസ് ദ എവല്യൂഷൻ ഓഫ് കൊളീജിയം സിസ്റ്റം ഇൻ ഇന്ത്യ. ഇത് കോടതിയിലേക്ക് ജഡ്ജിമാർ നിയമിക്കുന്ന ഒരു സിസ്റ്റമാണ് കൊളീജിയം സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രിട്ടിക്കലി എക്സാമിൻ ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ദി സിസ്റ്റം, അപ്പോയിൻമെന്റ് ഓഫ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ദാറ്റ് ഓഫ് USA. അപ്പം ഇന്ത്യയിലെ സുപ്രീം കോടതി ജഡ്ജസിനെ നിയമിക്കുന്നത് മറ്റ് രാജ്യത്തെ സുപ്രീം കോടതിന് US സുപ്രീം കോടതി ജഡ്ജസിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കമ്പാരിസനും, അതേപോലെ തന്നെ നമ്മുടെ കൊളീജിയം സിസ്റ്റം, അതായത് നമ്മുടെ ജഡ്ജിമാർ സുപ്രീം കോടതി ആൻഡ് ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം, അതിൻ്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ കോർട്ടുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ കോർട്ടുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണെന്ന കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ്. ഓക്കെ, സ്ട്രക്ചർ, ഓർഗനൈസേഷൻ, ഫങ്ഷണറി ഓഫ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് ജുഡീഷ്യറി. അപ്പോൾ ജുഡീഷ്യറിയുടെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഓർഗനൈസേഷൻ, അതിൻ്റെ ഫങ്ഷനിങ് എന്താണ്, അതിൻ്റെ അപ്പോയിൻമെൻറ്റ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നുകിൽ 6ലേക്ക് മാർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ മറ്റു രീതികൾ പറയാം. അപ്പോയിൻമെൻറ്റ് വാരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്. കുറച്ചുകൂടി നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് 8 ആയിരിക്കും, അപ്പോയിൻമെൻറ്റ് വാരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്. പക്ഷേ അതിനെക്കാട്ടും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അതിൽ മൊത്തമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. ബിക്കോസ് കോർട്ടുകൾ അതിൻ്റെ അപ്പോയിൻമെൻറ്റ്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ കമ്പാരിസണും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കമ്പാരിസൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്കീമും 3 ഉൾപ്പെടുത്താം. ആണെങ്കിലേ സിലബസിൻ്റെ 3 ഏരിയാസിനും കൂടി കണക്ട് ചെയ്തിട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കൊളീജിയം സിസ്റ്റമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണം. നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് എവിടെയൊക്കെ മാർക്ക് ചെയ്യേക്കാം, 6 എന്ന് പറഞ്ഞിരിക്കുന്ന ഇതിലേക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ദ ഇവോൾവിംഗ് പാറ്റേൺ ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസ് ഇൻ കണ്ടെക്സ്റ്റ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഹൗ ഫാർ ഹാവ് റീസെൻറ്റ് റിഫോംസ് ഇമ്പാക്റ്റഡ് ഫിസിക്കൽ ഫെഡറലിസം. അപ്പോൾ ഫെഡറലിസം, ഫിനാൻഷ്യൽ ഡെവല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഡെവല്യൂഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ പഠിച്ചത് functions and responsibilities of union and the states, issues, challenges pertaining to federal structure, devolution of powers and finance up to local level. ഇപ്പോൾ ഫെഡറൽ സ്ട്രക്ചറും അതുപോലെ തന്നെ പവേഴ്സ് ആൻഡ് ഫിനാൻസ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തല്ലോ ആ ഒരു ഏരിയ. സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസ് ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫെഡറൽ സ്ട്രക്ചറെ പറ്റിയും ചോദിച്ചു. 2ലേക്ക് മാർക്ക് ചെയ്തു പോകും. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എൻവയറമെൻറ്റൽ പ്രഷർ ഗ്രൂപ്പ്സുകൾ, ഡിസ്കസ് ദ റോൾ ഇൻ റൈസിങ് അവയർനെസ്, ഇൻഫ്ലുവൻസിങ് പോളിസീസ്, അഡ്വക്കേറ്റിംഗ് എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഇന്ത്യ. അപ്പം പ്രഷർ ഗ്രൂപ്പുകളെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. പ്രഷർ ഗ്രൂപ്പുകൾ എവിടെ ഉണ്ടാവും? ഇവിടെ 6ാമത്തെ കറക്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. മിനിസ്റ്ററീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രഷർ ഗ്രൂപ്പ്സ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ അസോസിയേഷൻ ആൻഡ് ദ റോൾ ഇൻ പൊളിറ്റി. പ്രഷർ ഗ്രൂപ്പ്സിൻ്റെ റോൾ ഇപ്പോൾ ഇവിടെ എൻവയറമെൻറ്റൽ പ്രഷർ ഗ്രൂപ്പിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 6ാമത്തെ പോയിന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോകാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഇക്വാലിറ്റി ഇൻ ദ ഓണർഷിപ്പ് ഓഫ് പാറ്റേൺ ഓഫ് റിസോഴ്സസ് ഈസ് വൺ ഓഫ് ദ മേജർ കോസ് ഓഫ് പോവർട്ടി. ഡിസ്കസ് ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് പാരഡോക്സ് ഓഫ് പോവർട്ടി. അപ്പോൾ ദാറ്റ് മീൻസ് ഇൻഇക്വാലിറ്റി ഇൻ ഓണർഷിപ്പ് ഓഫ് പാറ്റേൺ ഓഫ് റിസോഴ്സ്. അപ്പോൾ നമുക്ക് രാജ്യത്ത് ഒരുപാട് റിസോഴ്സുകളുണ്ട്, അതിൽ പല ആളുകൾക്കും ഒരുപാട് സ്വത്തുകളുണ്ട്. അപ്പം ഇൻഇക്വാലിറ്റി, ഓണർഷിപ്പിലുള്ള ഇൻഇക്വാലിറ്റി ആണ് നമ്മുടെ പോവർട്ടിക്ക് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ പോവർട്ടീൻ്റെ ഒരു ഇഷ്യൂ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ, പോവർട്ടി ഉണ്ടാകാനുള്ള കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. പാരഡോക്സ് ഓഫ് പോവർട്ടി ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് പാരഡോക്സ് ഓഫ് പോവർട്ടി ജസ്റ്റ് എഴുതുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, സിലബസ് പോർഷനിൽ എവിടെ ഉണ്ടാവും? ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പോവർട്ടി ആൻഡ് ഹങ്കർ ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ട്. ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പോവർട്ടി ആൻഡ് ഹങ്കർ എന്ന് ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് UPSC ക്വസ്റ്റ്യൻ ഇട്ടതാണ്, 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ UPSC ക്വസ്റ്റ്യൻ ഇടുന്നുണ്ടെങ്കിൽ പോലും സിലബസ് നോക്കി ഇടുന്നത് മാത്രമല്ല, സിലബസിൽ എങ്ങനെയും കണക്ട് ചെയ്യണം. സിലബസിൽ ഒരു പോർഷനെങ്കിലും കണക്ട് ചെയ്തിരിക്കണം. അപ്പം ചിലപ്പം UPSCക്ക് ചിലപ്പം ചോദിക്കാൻ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും സിമ്പിൾ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ആ സിലബസ് ഏരിയാസ് അങ്ങ് കവർ ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് ആ സിലബസ് നോക്കണമെന്ന് എപ്പോഴും പറയുന്നത്. ഓക്കെ, നമ്മളത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In the contemporary development model, the decision making and problem solving responsibilities are not located close to source of information, execution defeating the objectives of development. ക്വസ്റ്റ്യൻ ഞാൻ ഡീറ്റെയിൽ ആക്കുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, കൺഫ്യൂഷൻ ആവും. ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ നമ്മൾ മെയിൻസ് കഴിഞ്ഞ സമയത്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തൊക്കെയാണ് എഴുതാനുള്ളത്, എന്തൊക്കെയാണ് പോയിന്റുകളൊക്കെ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്കത് വേണ്ടല്ലോ. ഇവിടെ നമ്മളിപ്പം റിസർച്ച് വർക്കിൻ്റെ കാര്യങ്ങളല്ലേ പറഞ്ഞത്.
അപ്പോൾ നമുക്കവിടെ ജസ്റ്റ് നോക്കാം. ഡെവലപ്മെൻറ്റ് എന്തോ പരമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 10 പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇനി 10 ഇങ്ങോട്ടേക്ക് റിലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് മറ്റൊരു മെത്തേഡ് നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട്. അപ്പോൾ 10 എന്താ പറയുന്നത്? ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് സോഷ്യൽ സെക്ടേഴ്സ്, അതല്ല, ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ഇൻ്റർവെൻഷൻസ് ഫോർ ഡെവലപ്മെൻറ്റ് ഇൻ വാരിയസ് സെക്ടേഴ്സ്. ഗവൺമെൻറ് പോളിസികൾ, അതുപോലെ പല ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻസിൽ വരുന്ന ഇഷ്യൂസുകൾ, ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തോ കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ എന്താ വെച്ച് പറയുന്നത്? അവിടെ ക്വസ്റ്റ്യനും പറയുന്നത് ഇൻ ദ കണ്ടംപററി ഡെവലപ്മെൻറ്റ് മോഡൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് റെസ്പോൺസ്. അപ്പോൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ 10ലേക്ക് മാർക്ക് ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആ വേർഡൊക്കെ വെച്ച് മാച്ച് ചെയ്യുമ്പോൾ നേരിലേക്ക് മാർക്ക് ചെയ്ത് കിട്ടും. കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ മനസ്സിലാവണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇനീഷ്യൽ ഫേസിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും പേരൊക്കെ വെച്ച് ഇപ്പോൾ ഡെവലപ്മെൻറ്റ് കണ്ടു, ഇപ്പോൾ റീജിയണൽസ് കണ്ട റീജിയണൽസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് നമ്മൾ ഉദ്ദേശം വെച്ചാൽ ഏത് പോർഷനിൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുമെന്നുള്ള കാര്യം നമ്മളെന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കള്ളൻ്റെ പിന്നാലെ ഓടാനാണ്, കള്ളൻ്റെ പോക്ക് ഇങ്ങോട്ടൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അറിയാനാണ് നമ്മൾ ഉദ്ദേശം. പണ്ടത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഹാസ് ടു അഡ്രസ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ചിൽഡ്രൻ ഇൻ ഡിജിറ്റൽ ഇറ, എക്സാമിൻ ദ എക്സിസ്റ്റിംഗ് പോളിസീസ് ആൻഡ് സജസ്റ്റ് മെഷേഴ്സ് ദ കമ്മീഷൻ ക്യാൻ ഇനീഷ്യേറ്റ് ടാക്കിൾ ദ ഇഷ്യൂ. അതായത് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് ഈ ചിൽഡ്രൻസിൻ്റെ പ്രൊട്ടക്ഷൻസ് കുറച്ചുകൂടി അഡ്രസ്സ് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മുടെ നാഷണൽ ചൈൽഡ് പ്രൊട്ടക്ഷൻസ് മാറണം, അതിൻ്റെ നിയമങ്ങൾ മാറണം. കാരണം ഡിജിറ്റൽ ഏരിയാസിനകത്തേക്കാണ് പലപ്പോഴും കുട്ടികൾ ഹരാസ് ചെയ്യപ്പെടുന്നത് ഡിജിറ്റൽ വേൾഡിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ കുട്ടികളുമാണ് ഡിജിറ്റൽ ഏരിയയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങളാണ്. അപ്പം ഗവൺമെൻറ്റിൻ്റെ പോളിസിയിൽ മാറ്റം വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് ചോദിക്കുന്നത്. വെൽഫെയർ സ്കീംസ് ഫോർ വൾണറബിൾ സെക്ഷൻസ്. കുട്ടികളെപ്പോഴും വൾണറബിൾ സെക്ഷൻസ് ആണല്ലോ. ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് പെർഫോമൻസ് ഓഫ് ദീസ് സ്കീംസ്, മെക്കാനിസംസ്, ലോസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, ബോഡീസ് കോൺസ്റ്റിറ്റ്യൂട്ട് പ്രൊട്ടക്ഷൻ ആൻഡ് ബെറ്റർമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് ബെറ്റർമെൻറ്റ് ഓഫ് ദ വൾണറബിൾ സെക്ഷൻസ്. അതായത് മെക്കാനിസംസ്, ലോസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എന്താ ചോദിച്ചുള്ളത്? ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനെ പറ്റിയല്ലേ ചോദിച്ചുള്ളത്. അപ്പോൾ ആ വൾണറബിൾ സെക്ഷൻസിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ പറ്റിയിട്ടും അതിനെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് സ്കീമിൻ്റെ പെർഫോമൻസ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 11ാമത്തെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡയറക്റ്റ്ലി നമുക്കറിയാൻ പറ്റും. 11 മാർക്ക് ചെയ്ത് പോവാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എനർജി സെക്യൂരിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ഡോമിനൻറ്റ് കിങ് പിൻ ഓഫ് ഇന്ത്യൻസ് ഫോറിൻ പോളിസി ആൻഡ് ഈസ് ലിങ്ക്ഡ് വിത്ത് ഇന്ത്യാസ് ഓവർആർക്കിംഗ് ഇൻഫ്ലുവൻസ് ഇൻ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ്. ഹൗ വുഡ് യു ഇൻറ്റഗ്രേറ്റ് എനർജി സെക്യൂരിറ്റി വിത്ത് ഇന്ത്യാസ് ഫോറിൻ പോളിസി ട്രാജക്ടറീസ് ഇൻ കമ്മിങ് ഇയേഴ്സ്? അപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ പോളിസി, അതായത് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഫോറിൻ പോളിസി, ഇന്ത്യ മെയിനായിട്ട് ഫോക്കസ് എനർജി സെക്യൂരിറ്റിയാണ്. അപ്പോൾ എനർജി സെക്യൂർഡ് ആക്കി വെക്കുന്ന പരിപാടിയാണ് ഇന്ത്യ കൂടുതൽ നോക്കുന്നത്. കാരണം എനർജി നമുക്ക്, അതായത് പെട്രോളിയം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റെയർ മിനറൽസ് ആയിക്കോട്ടെ, എനർജി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയില്ല, ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് തന്നെ പല സാധനങ്ങളും വിലക്കയറ്റം വരും, ഇൻഫ്ലേഷൻ പല സാധനം ബാധിക്കും. അപ്പം ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി, ഇന്ത്യ ഏത് രാജ്യങ്ങളുമായിട്ട് കൈകൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എനർജി സെക്യൂരിറ്റി ഇന്ത്യ എൻഷുർ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് എന്നുള്ള കാര്യങ്ങൾ ഏകദേശം നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ റിലേഷൻസ് പോയിന്റ് അത് മനസ്സിലായി. ഇന്ത്യ നെയ്ബർഹുഡ് റിലേഷൻസ് ആണോ, അതുപോലെ തന്നെ ബൈലാറ്ററൽ റീജിയണൽ ഗ്രൂപ്പിംഗ് ആണോ, എഫക്റ്റ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യാസ് ഇൻട്രസ്റ്റ്. ആ ഏരിയ നമുക്ക് എവിടെ മാർക്ക് ചെയ്ത് വെക്കാം? ഒരു മിനിറ്റ്. പിന്നെ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബർഹുഡ് റിലേഷൻസ് ആണ് നമുക്കവിടെ കുറച്ചുകൂടി മാർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ദാറ്റ് മീൻസ് ഇവിടെ എനർജി സെക്യൂരിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ഡോമിനൻറ്റ് കിങ് പിൻ ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി. എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത്, എനർജി സെക്യൂരിറ്റി കൈവരിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ മെയിൻ ഉദ്ദേശമാണ്. ഓക്കെ, ആൻഡ് ഈസ് ലിങ്ക്ഡ് വിത്ത് ഇന്ത്യാസ് ഓവർ ആർക്കിംഗ് ഇൻഫ്ലുവൻസ് ഇൻ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ്. അപ്പം നമ്മൾ ആ എനർജി സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ്, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളാണ് നമ്മൾ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഹൗ വുഡ് യു ഇൻറ്റഗ്രേറ്റ് എനർജി സെക്യൂരിറ്റി വിത്ത് ഇന്ത്യാസ് ഫോറിൻ പോളിസി ട്രാജക്ടറീസ് ഇൻ ദ കമ്മിങ് ഇയേഴ്സ്? അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയുടെ ഇനി കമ്മിങ് ഇയേഴ്സിൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പറഞ്ഞിരിക്കുന്ന നെയ്ബർഹുഡ് റിലേഷൻസ് ഇന്ത്യ എങ്ങനെയാണ് നല്ല രീതിയിലാക്കാൻ ശ്രമിക്കുന്നത്? അപ്പം ആക്ച്വലി ഇവിടെ പോളിസികളെ പറ്റിയിട്ടോ ചോദിച്ചിട്ടില്ല, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻസിനെ പറ്റിയോ ചോദിച്ചിട്ടില്ല, ഇഷ്യൂസുകളെ പറ്റിയിട്ടോ ചോദിച്ചിട്ടില്ല. അപ്പം മെയിനായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻസ് എന്താണ് ചോദിച്ചിട്ടുള്ളത്. ബട്ട് അവിടെ അതിനകത്തേക്ക് ഒരു സാധനം കൂടി ഇൻക്ലൂഡ് ചെയ്തു, ഇന്ത്യയിലെ എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും. അപ്പം ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യ ആൻഡ് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് തമ്മിലുള്ള റിലേഷൻസ് എങ്ങനെയാണ് എന്നുള്ള വേണമെങ്കിൽ ചോദിക്കാം. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതുള്ളത്. പക്ഷേ അതിൽ എന്ത് ആഡ് ചെയ്തു? എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ആൻഡ് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണ്, ഒരു സാധനം കൂടി UPSC ആഡ് ചെയ്തു അതിൻ്റെ മുകളിൽ. ഓക്കെ, ഡയറക്ട്ലി വാട്ട്സ് ദ റിലേഷൻ ബിറ്റ്വീൻ വാട്ട്സ് ദ റിലേഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതിന് പരമായിട്ട് എനർജി സെക്യൂരിറ്റി എങ്ങനെയാണ് ഇവരുടെ റിലേഷൻ എന്നുള്ള കാര്യം ചോദിച്ചു. അപ്പോൾ ഇന്ത്യ ആൻഡ് നെയ്ബർഹുഡ് റിലേഷൻസ് ആണ്. 16 മാർക്ക് ചെയ്ത് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ,
ദ റീഫോം പ്രോസസ് ഇൻ യുണൈറ്റഡ് നേഷൻസ് റിമെയിൻസ് അൺറിസോൾവ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ക്വസ്റ്റ്യൻ അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല. യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഏതോ നമ്മളിവിടെ വിട്ടുവരു സാധനമുണ്ട്. ഫോറിൻ പോളിസി ആണോ, നെയ്ബർഹുഡ് റിലേഷൻസ് ആണോ, ബയലാറ്ററൽ റീജിയണൽ ഗ്രൂപ്പിംഗ് ആണോ, അല്ല, ഇമ്പോർട്ടൻറ്റ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. യുണൈറ്റഡ് നേഷൻസ് കേട്ടാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് യുണൈറ്റഡ് നേഷൻസ്. മീൻസ് ഐക്യരാഷ്ട്രസഭ. നിങ്ങൾ കേട്ട് കാണും. ഓക്കെ, അപ്പോൾ അതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് നേരെ 19 മാർക്ക് ചെയ്ത് പോകാം. അങ്ങനെ അതും കൂടി മാർക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് എന്നിട്ട് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. ഇത് കാൽക്കുലേറ്റ് എങ്ങനെ ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 എവിടെയൊക്കെ ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ 7 ആണുള്ളത്. അപ്പോൾ 7 പോയിട്ട് മാർക്ക് ചെയ്ത്, ആ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. 7 എത്ര ഉണ്ട്? അപ്പോൾ 7 നോക്കാം. 7 എത്ര ഉണ്ട്? 7 1 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 7 1 എന്ന് പറഞ്ഞ സമയത്ത് 1 എത്ര മാർക്കിൻ്റെയാണ്? 10 മാർക്കിൻ്റെയാണ്. അപ്പോൾ നമുക്ക് 7 പോയിട്ട് 1 10 മാർക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് 15, 25, 40, 55, 65, 95, 105, 115, 125, 125 മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഗവേണൻസ് ചോദിക്കുന്ന എത്ര ക്വസ്റ്റ്യനാണ്? 25, 25, 50, 60, 75 മാർക്ക് നമുക്ക് ഗവേണൻസും ചോദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എത്ര ക്വസ്റ്റ്യൻസ്? 10, 10, 20, 50 ക്വസ്റ്റ്യൻസ്. 50 ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ചോദിക്കുന്നു? ഇൻ്റർനാഷണൽ ലൈൻസിൽ നിന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടില്ലേ ഇൻ്റർനാഷണൽ ലൈൻസിനൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ്. നേരത്തെ ഹിസ്റ്ററി പഠിച്ചതിനെക്കാട്ടി ഇമ്പോർട്ടൻസ് ഇപ്പോൾ വന്ന് കണ്ടോ IR ഒക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പം നിങ്ങൾക്ക് ഇനി മാർക്ക് ചെയ്ത് വെച്ചോക്ക്. 125, 75 എത്ര മാർക്കായി? 200 മാർക്ക്. 200, 50, 250 ടോട്ടൽ അങ്ങനെ 250 മാർക്കായി. ക്വസ്റ്റ്യൻസിന് എണ്ണോ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇതാണ് നമ്മൾ റിസർച്ച് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനി നമുക്കൊരു പേപ്പറും കൂടിയുണ്ട്. GS പേപ്പർ 3 മാത്രമേ നോക്കുന്നുള്ളൂ. GS പേപ്പർ 4ലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലബസ് ഏരിയയും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. അപ്പോൾ ഇത് ടോപ്പിക്കുകൾ ഞാൻ വീണ്ടും എടുത്തതാണ്. ടോപ്പിക്ക് ഇത് റെപ്രസെൻ്റ് ഓഫ് പീപ്പിൾസ് ആക്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ്, പ്രസിഡന്റ് പാർഡനിങ് പവർ, ജമ്മു ആൻഡ് കാശ്മീർ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അറ്റോർണി ജനറൽ, വുമൺ സൊസൈറ്റി, ഈ. അപ്പോൾ ഇതിങ്ങനെ ഓരോ വർഷത്തിൽ എടുക്കുന്ന സമയത്ത് ഇത് തന്നെ ഒരുപാട് സാധനം റിപ്പീറ്റായി വരുന്നത് കാണാൻ പറ്റും. ഈ ഒരു സാധനം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഇത് നമ്മൾ ഏകദേശം ഒരു 10 സാധനങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന പോർഷൻ എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്ന കാര്യങ്ങളാണ് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഏരിയാസുകൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് ഇത് ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ എത്രയൊക്കെ റിപ്പീറ്റായി ചോദിച്ചിട്ടുണ്ട്, എത്രത്തിനാണ് ഭയങ്കര ഇമ്പോർട്ടൻസ്, എത്രത്തോളം UPSC വെറുതെ കാര്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ UPSC ചിലപ്പം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സാധനങ്ങൾ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യാമെന്നറിയാമോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ഈ സാധനങ്ങൾ വെച്ച് നോക്കും. ഇതാണ് ഞങ്ങളുടെ കയ്യിലുണ്ടാവുക ടോപ്പിക്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ മൊത്തം കാര്യങ്ങൾ വെച്ചിട്ട് അതിൽ നിന്ന് ഈ ടോപ്പിക്ക് വന്നിട്ടുണ്ടോ നോക്കും. അപ്പോൾ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകളോ അല്ലെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളോ നോക്കും. അപ്പോൾ ആ ടോപ്പിക്ക് വീണ്ടും എവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് മാർക്ക് ചെയ്ത് വെക്കും. ആ ടോപ്പിക്ക് ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യും. ആ ക്വസ്റ്റ്യൻ നമ്മൾ കുട്ടികളെ കൊടുക്കും. ആ ക്വസ്റ്റ്യനായിരിക്കും UPSC ചോദിക്കുകയും ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ. നമുക്ക് നമ്മൾ ട്രെഡ് സീക്രറ്റാണ്, വെറുതെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരുന്നു. നമ്മൾ ഫ്രീ ക്ലാസ് ആണെങ്കിൽ പോലും ഞാൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ബിക്കോസ് ഞങ്ങളെ സംബന്ധിച്ച് വെണ്ണൈസ് അക്കാദമിനെ സംബന്ധിച്ച് എപ്പോഴും കുട്ടികൾ എങ്ങനെയാണെന്നെങ്കിലും പഠിച്ച് വരും. ഒരിക്കലും അക്കാദമിയിൽ ഭയങ്കര ഹ്യൂജ് എമൗണ്ടുകൾ കൊടുത്ത് പഠിക്കാൻ പറ്റാത്ത ആളുകളും ഈ സർവീസിലേക്ക് വരണം എന്നാണ് ഞങ്ങൾ അന്നും ഇന്നും ആഗ്രഹിക്കാറുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ എവിടെ പരിശോധിച്ച് കഴിഞ്ഞാലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഏത് ലാംഗ്വേജിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ക്ലാസ്സുകൾ ഉണ്ടായിരിക്കില്ല. കാരണം ഇതൊരു അക്കാദമിയും പുറത്ത് വിടില്ല. ബിക്കോസ് ഇത് അക്കാദമികളുടെയൊക്കെ ട്രേഡ് സീക്രറ്റുകളാണ് ഈ സാധനങ്ങളൊക്കെ. ഓക്കെ, ബട്ട് നമ്മുടെ സാധനങ്ങൾ പുറത്തേക്ക് വിടുന്നത് മോർ ദൻ നമ്മൾ കുട്ടികൾ വരണം എന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഈ സാധനങ്ങൾ പഠിച്ച് അവർക്കൊരു ഉപകാരം ഉണ്ടാവണം എന്നൊരാഗ്രഹമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയിക്കോളൂ. ഇത് ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞ 5-6 വർഷം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ഈ കാര്യങ്ങളിൽ ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് ആ ക്വസ്റ്റ്യൻസും ടോപ്പിക്കുകളും എഫക്റ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ഏരിയാസൊക്കെ കുട്ടികൾക്ക് പിൻ പോയിന്റ് ചെയ്ത് കൊടുക്കും. ആ ഏരിയാസ് ഒന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എഴുതുന്നത് കുട്ടികളുടെ മിടുക്ക് പോലെ ഇരിക്കും അല്ലേ? എഴുതുന്നത് പിന്നെ കുട്ടികളുടെ മിടുക്ക് പോലെ ഇരിക്കും. അതാണ് പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നമ്മളെ കുട്ടികൾ എത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ പോലും ഇവനത്തെ ക്വസ്റ്റ്യൻസ് പോലും കൊടുത്താൽ പോലും ചിലപ്പം വ്യക്തമായിട്ട് എഴുതി വരണമെന്നില്ല. നല്ല രീതിയിൽ പഠിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡെവല്യൂഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സെക്ഷൻ വൈസ് മാർക്ക് എന്താണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സാധനം കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെ ഏരിയാസിലാണ് കുറച്ചുകൂടി ക്വസ്റ്റൻസ് ചോദിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ റെഡ് മാർക്ക് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ റെഡ് മാർക്ക് എന്ന് വെച്ചാൽ റിപ്പീറ്റായി ചോദിക്കുന്ന ഏരിയാസിനാണ് റെഡ് മാർക്ക് ചെയ്ത് പോയിട്ടുള്ളത്. ഓക്കെ, വളരെ റിപ്പീറ്റായി ചോദിക്കുന്ന ഏരിയാസാണ് ഈ പറഞ്ഞിരിക്കുന്ന റെഡ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് GS പേപ്പർ 3ലേക്ക് പോകാം. ഞാൻ ഈ പ്രാവശ്യം പ്രിലിംസ് എടുത്തിട്ടില്ല കേട്ടോ. പ്രിലിംസ് വെച്ചാൽ ഭയങ്കര വാസ്റ്റാണ്. 100 ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിലിംസിനെ ജസ്റ്റ് റിസർച്ച് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. GS പേപ്പർ 3 എടുക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് അല്ലേ?
അപ്പം ഇതിൽ നമുക്ക് ഓരോ സബ്ജക്റ്റുകൾ മാറ്റാം. ഇന്ത്യൻ എക്കണോമി, ഗവൺമെൻറ് ബഡ്ജറ്റ് വരെ നമുക്ക് എന്താക്കി മാറ്റാം? ഇത് എക്കണോമി എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയയാണ്. എക്കണോമി എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയയാണ്. മേജർ ക്രോപ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഫാം സബ്സിഡീസ്, ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, ലാൻഡ് റിഫോംസ് ഇന്ത്യ തുടങ്ങിയിരിക്കുന്ന ഏരിയ വരെ നമുക്ക് എന്താക്കി എടുക്കാം? വേണമെങ്കിൽ അഗ്രികൾച്ചർ, ജോഗ്രഫി എടുക്കാം. ഓക്കെ. ദെൻ ലിബറലൈസേഷൻ ഓഫ് എക്കണോമി, ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽ, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് തുടങ്ങിയ ഈ ഏരിയ വരെ ഡെവലപ്മെൻറ്റൽ എക്കണോമി. എക്കണോമിയുടെ ഭാഷ തന്നെയാണ്, ബട്ട് ഡെവലപ്മെൻറ്റലാണ്. ഇത് മറ്റേ സ്റ്റാറ്റിക് എക്കണോമി മാത്രമാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് സ്റ്റാറ്റിക് എക്കണോമിയാണ്, ഇത് ഡെവലപ്മെൻറ്റൽ എക്കണോമിയാണ്. എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ് കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി ചോദിക്കുന്ന 2 ഏരിയ, സയൻസ് ആൻഡ് ടെക്നോളജി അച്ചീവ്മെൻറ്റ്സ്. ഇത് സയൻസ് ആൻഡ് ടെക് എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയ. ഇനി അടുത്ത ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് ഈ ഏരിയ കൂടെ കേട്ടോ, ഇതും കൂടി സയൻസ് ആൻഡ് ടെക് ആണ്. ദെൻ എൻവയോൺമെൻറ്റൽ, ഈ ഒരു ഏരിയ എൻവയോൺമെൻറ്റ്. ഡിസാസ്റ്റർ, ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ദെൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇത്രയും ഏരിയാസ് എന്താണ്? ഇൻറ്റേർണൽ സെക്യൂരിറ്റി. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആൻഡ് ദ ഇൻഇക്വാലിറ്റി അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഇന്ത്യ. വൈ ഈസ് IHDI കൺസിഡർഡ് ബെറ്റർ ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്? അപ്പോൾ ഇൻക്ലൂസീവ് ഗ്രോത്തിനെ പറ്റിയാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുക്കുന്ന സമയത്ത് നോർമൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനേക്കാൾ കൂടുതൽ ഇൻഇക്വാലിറ്റി അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുത്താൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ആളുകളുടെ ഉന്നമനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇത് ഇൻക്ലൂസീവ് ഗ്രോത്തുമായി ബന്ധപ്പെട്ട കാര്യം. അതായത് പേര് കണ്ടാൽ തന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത് കിട്ടല്ലോ. അപ്പോൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് എവിടെയാണെന്ന് നോക്കാം. ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് ഇഷ്യൂസ് അറൈസിങ് ഔട്ട് ഓഫ് ഇറ്റ് ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ട്. 2 മാർക്ക് ഇത് നോക്കും. ഇത് ഭയങ്കര ഈസി ആട്ടോ. ഈ സാധനങ്ങൾ GS പേപ്പർ 3 മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കടുപ്പം വരുന്ന ഒരു ഡിഫിക്കൽട്ട് വരുന്നത് GS പേപ്പർ 2 മാർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും. കൺഫ്യൂഷൻ വരും. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു 5 പോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം ക്ലിയർ ആവും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ ചലഞ്ചസ് ബിഫോർ ദ ഇന്ത്യൻ എക്കണോമി വെൻ ദ what are the challenges before the Indian economy when the world is moving away from free trade and multilateralism, protectionism and bilateralism? How can these challenges be met? What are the challenges before Indian economy? Challenges before Indian economy. Trade കാര്യങ്ങളൊന്നുമല്ല. ചലഞ്ച് എന്താണ് ഇന്ത്യൻ എക്കണോമിയിലെ ചലഞ്ചസ്? ഇന്ത്യൻ എക്കണോമി ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പ്ലാനിങ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സ്, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇന്ത്യൻ എക്കണോമി ഇഷ്യൂസ്. അപ്പോൾ പോയിന്റ് നമ്പർ 1 ആണ്. 1 മാർക്ക് ചെയ്ത് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഡിസിഷൻസ് ഓഫ് ഫാമേഴ്സ് ഓൺ ദ സെലക്ഷൻ ഓഫ് ഹൈ വാല്യൂ ക്രോപ്സ്. അപ്പോൾ ക്രോപ്സ് ആൻഡ് ക്രോപ്സ് പാറ്റേൺസിനെ പറ്റിയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഫാമേഴ്സ് എന്തുകൊണ്ടാണ് ഹൈ ഈൽഡിങ്, നല്ല ലാഭം തരുന്ന ക്രോപ്പുകൾ യൂസ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രോപ്പൊക്കെ എവിടെയാണ് ചോദിക്കുന്നത്? മേജർ ക്രോപ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നമുക്ക് 4ാമത്തെ പോർഷനാണ് ചോദിക്കുന്നത് അല്ലേ? 4 മാർക്ക് ഇത് പോയപ്പോൾ അധികം ഡിഫിക്കൽട്ടി തോന്നിയോ? ഇല്ല, 4 മാർക്ക് ഇത് പോയത്. കാരണം ക്രോപ്സ് അവിടെ മാത്രമേ ചോദിക്കുള്ളൂ, വേറെ എവിടെയും ചോദിക്കുന്നില്ല. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. Elaborate the scope and significance of supply chain management of agriculture commodities in India. അതായത് സപ്ലൈ ചെയിൻ, അഗ്രികൾച്ചർ ഫാമിംഗ് കഴിഞ്ഞു, ക്രോപ്പിംഗ് കഴിഞ്ഞു, ഇറിഗേഷൻ കഴിഞ്ഞു, ഇപ്പോൾ വിളവെടുത്തതിന് ശേഷം അത് എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് എത്തുന്നത്, അതിൻ്റെ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ പറ്റിയാണ് ചോദിച്ചത്. സപ്ലൈ ചെയിൻ മാനേജ് നമുക്ക് ഇവിടെ നോക്കാം. ഇഷ്യൂസ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഫാം സബ്സിഡി. ഓക്കെ, ഫാം സബ്സിഡീസ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഫംഗ്ഷൻ ലിമിറ്റേഷൻ, റീവാമ്പിംഗ്, ബഫർ സ്റ്റോക്ക്, ഫുഡ് സെക്യൂരിറ്റി, ടെക്നോളജി മിഷൻസ്, എക്കണോമിക് ഓഫ് അനിമൽ തിയറി. അതുവരെ മാത്രമേ എത്തിയുള്ളൂ. നമ്മൾ സപ്ലൈ ചെയിനിലേക്ക് എത്തിയിട്ടില്ല. 6ാമത്തെ നോക്കൂ. ഫുഡ് പ്രോസസിംഗ് റിലേറ്റഡ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യസ് സ്കോപ്പ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ലൊക്കേഷൻ, അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം റിക്വയർമെൻറ്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഓക്കെ, അതായത് ഇവിടുന്ന് കൃഷി ഉണ്ടാക്കി, ഈ ഒരു ഏരിയ കൃഷി ഉണ്ടാക്കി, രണ്ടാമത് കൃഷി ചെയ്യാനുള്ള ആവശ്യമായ സബ്സിഡി കാര്യങ്ങളൊക്കെ കൊടുത്തു, വിളവെടുത്ത സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തു. ആ സ്റ്റോക്ക് ചെയ്ത സാധനങ്ങൾ മാർക്കറ്റിലേക്ക് എത്തുന്ന ഏരിയാസാണ് ഈ 3ാമത് പറഞ്ഞിരിക്കുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഇങ്ങനെ 3ആയിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചുള്ള സിലബസ് എക്സ്പ്ലനേഷൻ അതിൽ 3ാമത്തെ ഏരിയയിലേക്കാണ് ഈ സാധനം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അപ്പോൾ 6 മാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവാം. ഓക്കെ, ദെൻ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫ്യൂഷൻ energy program in India has steadily evolved over the past few decades. Mention India's contributions to International Fusion Energy Project, International Thermonuclear Experimental Reactor. What will be the implication of the success of this project for the future of global energy? ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ITR, International Thermonuclear Experimental Reactors. ദാറ്റ് മീൻസ് അത് വെച്ച് കഴിഞ്ഞാൽ ഒരു എനർജി ട്രാൻസിഷൻ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത്, ഒരു ഫ്യൂഷൻ എനർജി പ്രൊജക്റ്റാണ്. ഓക്കെ, ആ ഒരു എനർജി ട്രാൻസ്മിഷനെ പറ്റിയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഇൻ്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെൻ്റൽ റിയാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊജക്റ്റൊക്കെ ജർമ്മനി കൊണ്ടുവന്നാണെന്ന് തോന്നുന്നു. ഓക്കെ, എക്സ്പാക്ട്ലി പ്രെഡിക്റ്റബിൾ അല്ല, കൊണ്ടുവന്നൊരു പ്രൊജക്റ്റാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എവിടെയൊക്കെ റിലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും? കുറച്ചുകൂടി കണക്ട് ചെയ്തിരിക്കുന്നത്
ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, ടെക്നോളജിക്കൽ അച്ചീവ്മെൻറ്റ് ഇന്ത്യൻ സയൻസ് ടെക്നോളജി, ഇൻഡിജിനൈസേഷൻ ഓഫ് ടെക്നോളജി, ഡെവലപ്പിംഗ് ന്യൂ ടെക്നോളജി. അപ്പോൾ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏരിയയിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് റൈറ്റ് ചെയ്യാമെങ്കിൽ പുതിയ ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ആണ് ആക്ച്വലി. ഓക്കെ, വേറെ എവിടെ നമുക്ക് നിങ്ങൾക്ക് ഇനി അവിടെ മാർക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെവിടെയാണ് മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഇട്ട് നോക്കിയാൽ നിങ്ങൾ പല സ്ഥലത്തും സ്യൂട്ട് ആവില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു സ്ഥലം മാത്രമേ കിട്ടും, അവിടേക്ക് സ്യൂട്ടാക്കി കൊടുത്താൽ മതി. ഓക്കെ, നേരിട്ട് ഇതിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മുതൽ ഓരോന്നിനും വെച്ച് നോക്കുക, ഇത് ഏതിൽ വരും എന്നുള്ളത്. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷേ നിങ്ങൾ ചെയ്തേ പറ്റും. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ഇന്ത്യ അച്ചീവ് എനർജി ഇൻഡിപെൻഡൻസ് ത്രൂ ക്ലീൻ ടെക്നോളജി ബൈ 2014? ഹൗ ക്യാൻ ബയോടെക്നോളജി ക്യാൻ പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ എൻഡീവ? ബയോടെക്നോളജിയും ക്ലീൻ ടെക്നോളജി ഒക്കെ ചോദിക്കും. അപ്പോൾ ടെക്നോളജിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള പോയിന്റ് മനസ്സിലായല്ലോ. അപ്പോൾ എവിടെ വരും? സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് അതർ അപ്ലിക്കേഷൻ എഫക്റ്റ് ഇൻ എവറി ലൈഫ്, ബയോ ടെക്നോളജി, നാനോ ടെക്നോളജി. ഇപ്പോൾ 11ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് മാർക്ക് ചെയ്തിടാം. ഓക്കെ, അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ക്ലീൻ എനർജി കൊണ്ടുവരുന്നത്, എങ്ങനെ ബയോ ടെക്നോളജി അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് അതുകൊണ്ട് നമുക്ക് എവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഉപകാരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് കാർബൺ ക്യാപ്ചർ, യൂട്ടിലൈസേഷൻ ആൻഡ് സ്റ്റോറേജ്? വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ റോൾ ഓഫ് CCUS ഇൻ ട്രാക്കിംഗ് ക്ലൈമറ്റ് ചേഞ്ച്? അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങോട്ടേക്ക് പോയാൽ മതി, വേറെ എങ്ങോട്ടേക്കും പോകണമെന്നില്ല, എൻവയോൺമെൻറ്റിലേക്ക് പോക്കോ. 14 കൺസർവേഷൻ, എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ, ഡീഗ്രഡേഷൻ, എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ്. അത് മാത്രം എൻവയോൺമെൻറ്റ് ചോദിക്കുന്നില്ല, വേറെ ബയോഡൈവേഴ്സിറ്റി ഡീറ്റെയിൽഡ് സാധനങ്ങളൊന്നും പോകുന്നില്ല. ഒറ്റ ചോദ്യം, നേരിട്ട് അങ്ങോട്ട് പോവുക, വേറെ ഒന്നും നോക്കണമെന്നില്ല, നേരിട്ട് അങ്ങോട്ടേക്ക് പോയി എൻവയോൺമെൻറ്റിലേക്ക് പോകുന്നു. 8ാമത്തെ ക്വസ്റ്റ്യൻ, സീ വാട്ടർ ഇൻട്രൂഷൻ ഇൻ കോസ്റ്റൽ അക്വിഫയർ ഇസ് മേജർ കൺസേൺ ഇൻ ഇന്ത്യ. വാട്ട് ആർ കോസ് ഓഫ് സീ വാട്ടർ ഇൻട്രൂഷൻ, റെമഡിയൽ മെഷേഴ്സ് കോമ്പാറ്റ് ദിസ് ഹസാർഡ്? അതായത് കോസ്റ്റൽ ഏരിയയിലേക്ക് സീ വാട്ടർ വരുന്നതുകൊണ്ട് നമ്മുടെ ഭൂഗർഭ ജലങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സാധനം. ഇത് GS 1 ചോദിച്ചാൽ നമുക്ക് ജോഗ്രഫിയിലേക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്ക് ജോഗ്രഫി പരമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരുള്ളത്? എൻവയോൺമെൻറ്റ് മാത്രമേ കണക്ട് ചെയ്തിരിക്കുന്നുള്ളൂ. അപ്പോൾ എൻവയോൺമെൻറ്റ് തന്നെ മാർക്ക് ചെയ്ത് നോക്കുക. അവിടെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ 14ലേക്ക് മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ടെററിസം ഈസ് ഗ്ലോബൽ സ്കറേജ്. ടെററിസം കേൾക്കുമ്പോൾ തന്നെ ഓക്കെ, ഇതെന്ത് മനസ്സിലാക്കി? ഇത് ഇന്റേണൽ സെക്യൂരിറ്റി ആണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇന്റേണൽ സെക്യൂരിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന 5 നമ്മൾ 4 ഓക്കെ, ഇന്റേണൽ സെക്യൂരിറ്റിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന 4 ഏരിയാസിൻ്റെ അകത്ത് നമ്മൾ 5 ഏരിയാസിനകത്ത് എവിടെ മാർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ടെററിസം ഈസ് ഗ്ലോബൽ സ്കറേജ്. വാട്ട്സ് ഹൗ ഹാസ് ഇറ്റ് മാനിഫെസ്റ്റഡ് ഇൻ ഇന്ത്യ? എലാബറേറ്റ് വിത്ത് കണ്ടംപററി എക്സാമ്പിൾസ്. വാട്ട് ആർ കൗണ്ടർ മെഷർ അഡോപ്റ്റഡ് ബൈ സ്റ്റേറ്റ്സ്? അപ്പോൾ ടെററിസം എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ എങ്ങനെയാണ് ഉടലെടുത്തിട്ടുണ്ടായിരുന്നത്, അതൊരു ഗ്ലോബൽ ഇഷ്യൂ ആണെന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. റോൾ ഓഫ് സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആൻഡ് ക്രിയേറ്റിംഗ് ചാലഞ്ചസ് ഇൻ ഇന്റേണൽ സെക്യൂരിറ്റി. അതായത് ടെററിസം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറാണ്. അപ്പോൾ ടെററിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇന്ത്യയിൽ എങ്ങനെയാണ് ടെററിസം ഉടലെടുപ്പിച്ചിട്ടുള്ളത്, ഇന്ത്യയിൽ എങ്ങനെയാണ് ടെററിസം പോയിക്കൊണ്ടിരിക്കുന്നത്, അത് ആ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അതായത് ഇന്ത്യയിൽ ടെററിസം കൊണ്ടുണ്ടാവുന്ന ചലഞ്ചസുകൾ എന്തൊക്കെയാണ് എന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ടെററിസം എന്നുള്ള സാധനം ഉണ്ടായിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതെങ്ങനെ ഇന്ത്യൻ സെക്യൂരിറ്റിനെ ബാധിക്കുന്നു. അപ്പം 7ാമത്തെ പോർഷനിലേക്ക് മാർക്ക് ചെയ്തോ. ഇന്ത്യൻ സെക്യൂരിറ്റി നിങ്ങൾക്ക് 7 8 2 ഒരുപോലെ മാർക്ക് കേട്ടോ, 2 ഒരുപോലെ തന്നെയാണ്. കാരണം ഇന്ത്യൻ സെക്യൂരിറ്റി അങ്ങനത്തെ ആ 2 സിലബസ് പോർഷനും കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഈ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റീസെൻ്റ്ലി സ്റ്റാർട്ടഡ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം വിൽ ബി എലിമിനേറ്റഡ് ബൈ 2026. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ആൻഡ് ഹൗ ആർ പീപ്പിൾ അഫക്റ്റഡ് ബൈ ഇറ്റ്? വാട്ട് മെഷേഴ്സ് ഹാവ് ബീൻ ടേക്കൺ ബൈ ഗവൺമെൻറ് ടു എലിമിനേറ്റ് LWE? ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം കുറക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനം? എന്താണ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വീണ്ടും നോക്കാം എങ്ങോട്ടേക്ക് പോകാം. ലിങ്കേജ് ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്പ്രെഡ് ഓഫ് എക്സ്ട്രീമിസം സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രീമിസം എന്ന് പറയുന്ന ഏരിയാസിനെ സ്പെഷ്യലായിട്ട് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അവിടേക്ക് മാർക്ക് ചെയ്ത് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദ ഫിസിക്കൽ ഹെൽത്ത് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടൂൾ ഫോർ അസസിങ് ദ ഫിസിക്കൽ പെർഫോമൻസ് ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇൻ വാട്ട് വേ വുഡ് ഇറ്റ് എൻകറേജ് ദ സ്റ്റേറ്റ്സ് ടു അഡോപ്റ്റ് prudent and substantial fiscal policies? അതായത് ഫിസിക്കൽ നമ്മുടെ ഹെൽത്ത് ഇൻഡെക്സുകൾ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു ബഡ്ജറ്റ് ഇൻഡെക്സുകൾ. ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ധവളപത്രം നിങ്ങൾ കേട്ട് കാണുമല്ലോ, ധവളപത്രം എന്ന് പറയുന്നത് അല്ലേ. റീസെൻ്റായിട്ട് ന്യൂസിൽ കണ്ട ആളുകളാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, VD സതീശൻ ധവളപത്രം മുന്നോട്ട് വെച്ചത്. ധവളപത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി ആ സ്റ്റേറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒരു ഹെൽത്ത്, ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ ഹെൽത്ത് കാർഡ് പോലത്തെ ഒരു സാധനമാണ് ധവളപത്രം എന്ന് പറയുന്നത്. അതായത് എത്ര ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത് കൂട്ടിയിട്ടുള്ളത്, എത്ര പൈസ പോയിട്ടുണ്ട്, എത്ര പൈസ ചിലവാക്കിയിട്ടുണ്ടെന്ന കാര്യങ്ങൾ, എത്ര പൈസ ബാലൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് ധവളപത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് നോക്കണം പറ്റില്ല. അപ്പം എക്കണോമിയുടെ കാര്യങ്ങൾ മനസ്സിലായി. എക്കണോമിയിൽ എവിടെ
ഗവൺമെൻറ് ബഡ്ജറ്റിങ്ങിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ്. ഗവൺമെൻറ് ഞാൻ പറഞ്ഞില്ല, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ എത്രയുണ്ട്, എത്ര ചിലവാക്കുന്ന കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ബഡ്ജറ്റിങ്ങിലാണ് പറയുക. ഈ ഒരു ക്വസ്റ്റ്യൻസ് പലപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളത് ആ വർഷത്തെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യങ്ങളായിരിക്കും. ഓക്കെ, ചിലപ്പോൾ ആ വർഷത്തെ ബഡ്ജറ്റിൽ വ്യക്തമായിട്ട് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സുകൾ വന്നിട്ടുണ്ടായിരിക്കും. 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. ഡിസ്കസ് ദ റാഷണൽ ഓഫ് ദ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം. വാട്ട് ആർ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് വാട്ട് വേ ഔട്ട്കം ഓഫ് സ്കീം ടു ബി ഇംപ്രൂവ്ഡ്. അപ്പം പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവുമായി ബന്ധപ്പെട്ട കാര്യം സ്കീമുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് 8ആണ്. അപ്പോൾ നമുക്ക് 8ലേക്കൊന്ന് പോയി നോക്കാം, 8ലാണോ എന്നുള്ള കാര്യങ്ങൾ. എഫക്റ്റ് ഓഫ് ലിബറലൈസേഷൻ ഓഫ് എക്കണോമി, ചേഞ്ചസ് ഇൻ ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് ദർ എഫക്ട്സ് ഓൺ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പോളിസിയാണ് ആക്ച്വലി പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് ലഭിക്കും. അതൊരു ഇൻഡസ്ട്രിയൽ പോളിസിയാണത്. വേറെ എവിടെയും നമുക്ക് ഇടാൻ പറ്റില്ല. വേറെ എവിടെയെങ്കിലും ഇടാൻ പറ്റുമോ? വേറെ എവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഞാനിപ്പോൾ അതവിടെ മാർക്ക് സമയത്ത് സാറിൻ്റെ വേറെ നോക്കാത്തെന്ന് ആലോചിക്കേണ്ട. നിങ്ങളാ പറഞ്ഞേക്ക് നേരെ വേറെ എവിടെയെങ്കിലും ഇടാൻ പറ്റുമോ നോക്കുക. എവിടെ ഇടാൻ പറ്റില്ല, അവിടെ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇൻഡസ്ട്രിയൽ പോളിസിയിൽ അവിടെ മാത്രമേ നമുക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് കഴിഞ്ഞ് നമ്മൾ 8 മാർക്ക് ചെയ്തു. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിപ്ലീറ്റിംഗ് ഗ്രൗണ്ട് വാട്ടർ ഇൻ ഇന്ത്യ. ഗ്രൗണ്ട് വാട്ടർ ഇൻ ഇന്ത്യ കേട്ടപ്പോൾ തന്നെ അങ്ങോട്ടൊന്നും പോകണ്ട. വാട്ട് ആർ ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ് മിറ്റിഗേറ്റ് ഗ്രൗണ്ട് വാട്ടർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിനെ കുറേ തടയാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെ പോകാം? എൻവയോൺമെൻറ്റിൽ. ഇപ്പോൾ എൻവയോൺമെൻറ്റ് നമുക്ക് പോയിന്റ് അറിയാമല്ലോ, 14ആണ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ പോയി നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. 14 കാര്യം ഓൾറെഡി അകറ്റുന്നുള്ള എൻവയോൺമെൻറ്റ് വന്ന ക്വസ്റ്റ്യൻസ് 2 കണ്ടില്ല, 3 തന്നെ ഇപ്പം വന്നില്ലേ. എക്സാമിൻ ദ സ്കോപ്പ് ഓഫ് ദ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ഇന്ത്യ. ഇതെല്ലാ വർഷം ചോദിക്കുന്ന കാര്യമാണ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ട്. കാരണം അത് ഡയറക്റ്റ്ലി ഈ ക്വസ്റ്റ്യൻ വരും. എല്ലാ വർഷം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഫുഡ് പ്രോസസിംഗ് ആൻഡ് റിലേറ്റഡ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ. അതുകൊണ്ട് ഇങ്ങനത്തെ പോർഷനെ കണ്ടു കഴിഞ്ഞാൽ നോക്കണ്ട, ബ്ലോക്ക് ചെയ്തിട്ടോ എഴുതി വെച്ചോ, ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചോ. ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് UPSCക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏരിയ എന്ന് തോന്നുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്കണോമിക് ഡെവലപ്പ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു IAS ഓഫീസർ ആവുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയലാണ് ഉദ്ദേശം. അപ്പോൾ അതാണ് ചോദിക്കുക, വേറെ ഒന്നും ചോദിക്കില്ല. ഈ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ഒക്കെ ഇന്ത്യയിൽ വളരെ വളരെ കൂടുതലാണ്. ഒരുപാട് എക്സ്പോർട്ടിങ്സുകളും ഒരുപാട് ഫോറിൻ മണിയൊക്കെ നമുക്ക് ഏൺ ചെയ്ത് തരുന്ന ഈ പറഞ്ഞ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസാണ്. അപ്പോൾ മീനൊക്കെ പിടിച്ചുകൊണ്ട് നമ്മളെ സെറ്റാക്കി ഗൾഫിലേക്ക് അയക്കുന്നു. ഇപ്പോൾ ചെറുകിട വ്യവസായങ്ങൾ വരെ അച്ചാറുണ്ടാക്കിയിട്ട് ഗൾഫിലേക്ക് അയക്കുന്നു അല്ലേ, പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അതൊക്കെ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ആണ് ആക്ച്വലി. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ആണ്. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് നാനോ ടെക്നോളജി ഓഫർ സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ? ഹൗ ക്യാൻ ടെക്നോളജി ഹെൽപ്പ് ടു അപ്ലിഫ്റ്റ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ഫാമേഴ്സ്? അപ്പോൾ നാനോ ടെക്നോളജി നമുക്ക് എങ്ങനെ അഗ്രികൾച്ചറിൽ ഒരു അഡ്വാൻസ് കൊണ്ടുവരാം, അതുകൊണ്ട് എങ്ങനെയാണ് ഫാമേഴ്സിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ, ടെക്നോളജിക്കൽ ഇംപ്ലിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 13 മാർക്കിൽ നമുക്ക് 13ലേക്ക് ഒന്ന് പോയി നോക്കാം 13 എന്നുള്ളത്. അവയർനെസ് ഇൻ ദ ഫീൽഡ് ഓഫ് IT, സ്പേസ്, കമ്പ്യൂട്ടർ, റോബോട്ടിക്സ് ആൻഡ് നാനോ ടെക്നോളജി. വീണ്ടും വന്നവിടെ നാനോ ടെക്നോളജി അല്ലേ. ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അപ്പോൾ നാനോ ടെക്നോളജി അതിൻ്റെ ആപ്ലിക്കേഷൻസോ അതുകൊണ്ടുള്ള ഇഷ്യൂസോ കാര്യം എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ നാനോ ടെക്നോളജി ഒരു സാധനം മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ നാനോ ടെക്നോളജി എവിടെയൊക്കെ കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾ ന്യൂസ് വായിക്കുന്നു, നാനോ ടെക്നോളജിൻ്റെ ഇഷ്യൂസുകളെ പറ്റി അറിയുന്നു, അല്ലെങ്കിൽ പുതിയ ആപ്ലിക്കേഷൻ വരുന്നു, പുതിയ നാനോ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്തോ ആയിക്കോട്ടെ അതൊക്കെ ഈ പോർഷനിൽ വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനാണ് കണക്ട് ചെയ്തു? അഗ്രികൾച്ചറിൽ നാനോ ടെക്നോളജിയുടെ കണക്ഷൻ വെച്ചുള്ളത്. ഇനി ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയിൽ നാനോ ടെക്നോളജി ചോദിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഡസ്ട്രീസിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും എഴുതാം. ഓക്കെ. അതിന് 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യ എയിംസ് ടു ബിക്കം സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ഹബ്. വാട്ട് ആർ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ? മെൻഷൻ ദ സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷൻ. ഇപ്പോൾ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ പറഞ്ഞിരിക്കുന്ന 13 മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്? അവയർനെസ് ഇൻ ദ ഫീൽഡ് ഓഫ് IT, സ്പേസ്, കമ്പ്യൂട്ടേഴ്സിൻ്റെ വർക്കിങ്ങിന് ഉപകാരപ്പെടുന്ന സാധനമാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ലാപ്ടോപ്പോ കാര്യങ്ങൾ മാത്രമല്ല, സെമി കണ്ടക്ടേഴ്സ് ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതാണ്. ഓക്കെ, കാരണം വേറെ എവിടെയും ആ സാധനം വരുന്നുണ്ട്. സെമി കണ്ടക്ടർ ടെക്നോളജിക്കൽ മിഷനും കാര്യങ്ങളൊക്കെ അവിടെ വരുന്ന കാര്യമാണ്. അപ്പോൾ അവിടെയൊക്കെ നേരിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് പോവാം. ദെൻ മിനറൽ റിസോഴ്സസ് ആർ ഫണ്ടമെൻ്റൽ ടു കൺട്രീസ് എക്കണോമി. അതായത് മിനറൽ റിസോഴ്സസ് ആർ ഫണ്ടമെൻ്റൽ ടു കൺട്രീസ് എക്കണോമി ആൻഡ് ദീസ് ആർ എക്സ്പ്ലോയിറ്റഡ് ബൈ മൈനിങ്. മിനറൽ റിസോഴ്സ് നമുക്ക് ഇന്ത്യക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മൈനിങ്ങിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. വൈ ഈസ് മൈനിങ് കൺസിഡർ ആസ് എ എൻവയോൺമെൻറ്റൽ ഹസാർഡ്? അപ്പോൾ എന്തുകൊണ്ടാണ് മൈനിങ് ഒരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂ? അപ്പോൾ അതായത് മൈനിങ് നമുക്ക് വേണം, എന്നാലും മാത്രമേ മിനറൽസുകൾ ലഭിക്കൂ, എന്നാലും മാത്രമേ ഇന്ത്യ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. ബട്ട് മൈനിങ് ചെയ്യുന്ന സമയത്ത് എൻവയോൺമെൻറ്റൽ ഹസാർഡ് ഉണ്ടാകുന്നു. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെ? എൻവയോൺമെൻറ്റൽ ഹസാർഡ് ഇല്ലാതെ മൈനിങ് ചെയ്യാനുള്ള റെമഡിയൽ മെഷേഴ്സ് എന്താണ്? 14ാമത്തെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 14ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങോട്ട് പോകണില്ല. ഇവിടെ എന്താണ് എൻവയോൺമെൻറ്റൽ ഹസാർഡ് ഇഷ്യൂസ്? വീണ്ടും എൻവയോൺമെൻറ്റ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഒറ്റൊരു പോയിന്റ് ഉള്ളത്. നിങ്ങൾ അവിടെ ഇപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്, ആലോചിച്ച് വെച്ചോ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ റിവ്യൂ ഓൺ ഇന്ത്യസ് ക്ലൈമറ്റ് കമ്മിറ്റ്മെൻറ്റ്സ് അണ്ടർ ദ പാരീസ് അഗ്രിമെൻറ്റ് ആൻഡ് മെൻഷൻ ഹൗ ദീസ് ഹാവ് ബീൻ ഫർദർ സ്ട്രെങ്തൻഡ് COP26.
ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എൻവയറമെൻറ്റ് ക്ലാസ് എത്തിയ സമയത്ത് ഞാൻ വളരെ ഡീറ്റെയിൽ പറഞ്ഞിരുന്നത് ക്ലൈമറ്റ് ചേഞ്ചിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് UPSC ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻവയറമെൻറ്റൽ ക്വസ്റ്റൻ ഇപ്പോൾ നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ഇതൊന്നും നിങ്ങൾ കണ്ടില്ല. ഇത്രയും ക്വസ്റ്റൻസിൽ ക്ലൈമറ്റ് ചേഞ്ച് എൻവയറമെൻറ്റൽ പൊല്യൂഷൻ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ചൊല്ലൂ. ഈ ഒരു ക്വസ്റ്റിനും വീണ്ടും വന്നിട്ടുള്ളത് എൻവയറമെൻറ്റിൽ വന്നിരിക്കുന്ന ക്വസ്റ്റനാണ്. പാരീസ് അഗ്രിമെൻറ്റ്, നാഷണൽ ഡിറ്റർമെൻറ്റ് കോൺട്രിബ്യൂഷൻ, 2022 കൂടി ഗവൺമെൻറ് എന്ത് ചെയ്യും, അതുതന്നെ പാരീസ് കോപ്പ് കോൺഫറൻസ് ഓഫ് പാർട്ടി 26. ഇപ്പോൾ എല്ലാം ക്ലൈമറ്റ് ചേഞ്ച് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദാറ്റ് മീൻസ് എൻവയറമെൻറ്റ് ബന്ധപ്പെട്ട കാര്യമാണ്. ജസ്റ്റ് ഇപ്പോൾ 3 ഒരു ഏരിയ മാത്രമാണ് എൻവയറമെൻറ്റിൽ അല്ലേ. ഇപ്പോൾ 14 മാർക്ക് ഇത് പോവാം. 19th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മേജർ ചലഞ്ചസ് ടു ഇന്റേണൽ സെക്യൂരിറ്റി ആൻഡ് പീസ് പ്രോസസ് ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്? മാപ്പ് ദ വാരിയസ് പീസ് അക്കോർഡ്സ് ആൻഡ് അഗ്രിമെൻറ്റ്സ് ഇനീഷ്യേറ്റഡ് ബൈ ഗവൺമെൻറ് ദ പാസ്റ്റ് ഡീക്കേഡ്സ്. അപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഉണ്ടാകുന്ന ഇഷ്യൂസുകൾ എന്താണ്, ഈ ഗവൺമെൻറ് കൊണ്ടുവരിക്കുന്ന ഇനീഷ്യേറ്റീവ്സ് എന്താണ്, സ്കീമുകൾ എന്താണ് അവരെ താഴ്ത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ 19 മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യമാണ്. 19 നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സെക്യൂരിറ്റി ചലഞ്ചസ് ആൻഡ് ദർ മാനേജ്മെൻറ്റ് ഇൻ ബോർഡർ ഏരിയാസ് ലിങ്കേജ് ഓർഗനൈസ്ഡ് ക്രൈം വിത്ത് ടെററിസം. അത് നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റി ചലഞ്ചസുകളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സെക്യൂരിറ്റി ചലഞ്ചസുകളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 19 നമുക്ക് മാർക്ക് ചെയ്ത് പോകാം. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിൽ സെക്യൂരിറ്റി ചലഞ്ചസുകൾ ഇന്ത്യ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ഫൈനൽ 20th ക്വസ്റ്റ്യൻ, വൈ മാരിടൈം സെക്യൂരിറ്റി വൈറ്റൽ ടു പ്രൊജക്ട് ഇന്ത്യ സീ ട്രേഡ്? ഡിസ്കസ് മാരിടൈം ആൻഡ് കോസ്റ്റൽ സെക്യൂരിറ്റി ചലഞ്ചസ് ഇൻ ദ ആസ് എ വേ ഫോർവേഡ്. അപ്പോൾ കോസ്റ്റൽ മാരിടൈം സെക്യൂരിറ്റി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം വാരിയസ് സെക്യൂരിറ്റി ഫോഴ്സസ് ഏജൻസീസ് ആൻഡ് ദർ മാൻഡേറ്റ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. വാട്ട് ഈസ് മാരിടൈം സെക്യൂരിറ്റി വൈറ്റൽ ടു പ്രൊട്ടക്ട് ഇന്ത്യ സീ ട്രേഡ്? ഡിസ്കസ് മാരിടൈം ആൻഡ് കോസ്റ്റൽ സെക്യൂരിറ്റി ചലഞ്ചസ് ആൻഡ് ദ വേ ഫോർവേഡ്. അപ്പം അവിടെയുള്ള നമ്മളെ കോസ്റ്റൽ സെക്യൂരിറ്റി ഗാർഡ് എന്താണ്, കോസ്റ്റ് ഗാർഡ് എന്താണ്, അതുപോലെ തന്നെ നേവി എന്താണ്. അപ്പം അങ്ങനെയുള്ള പല സെക്യൂരിറ്റി മാൻഡേറ്റ്സുകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവർ ചെയ്യുന്നതും അവരെങ്ങനെയാണ് നമ്മുടെ ഈ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നിങ്ങളിത് പോകെ ഇത് കണക്ട് ആവട്ടെ. ഞാനത് ഡീറ്റെയിലായിട്ട് പറഞ്ഞ ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരാം, ചിലപ്പോൾ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും കൺഫ്യൂഷൻസ് വരാം. ബട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ 1, 2, 3 ക്വസ്റ്റ്യനിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഡീറ്റെയിൽ നിങ്ങൾ ഐഡൻറ്റിഫിക്കേഷൻ പറഞ്ഞിട്ടേ മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു ടോപ്പിക് ഷോർട്ട് ഫോം ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മളിത് കമ്പയർ ചെയ്ത് നോക്കും, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് നോക്കും. ഇത് മെയിൻസിന് മാത്രമല്ല, പ്രിലിംസിനും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകും. എന്നിട്ട് നമ്മൾ കറണ്ട് അഫെയർസിൽ നമ്മൾ അന്ന് പറഞ്ഞില്ലേ കുറേ കറണ്ട് അഫെയർസ് മെറ്റീരിയൽസ് അവിടെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കും, സാധനങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അതായത് നിങ്ങൾ പഠിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ മെജോറിറ്റി ഞങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ മെജോറിറ്റി ഞങ്ങളാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു തരും. ഇതോടുകൂടി നമ്മുടെ GS പേപ്പർ 1, 2, 3 കഴിഞ്ഞു. 4 നമ്മൾ നോക്കുന്നില്ല, 4 പ്രത്യേകമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് പോകുന്നതിന് പരമായിട്ട് സെക്ഷൻ വൈസ് മാർക്ക് നമ്മൾ നോക്കില്ലേ. എക്കണോമി ആൻഡ് അഗ്രികൾച്ചറിൽ നിന്ന് 95ഓളം മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് 50 മാർക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി ചോദിച്ചിട്ടുള്ളത്. എൻവയറമെൻറ്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏകദേശം 65 മാർക്ക്, ഒറ്റ ഏരിയയിൽ നിന്ന് 65 മാർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റേണൽ സെക്യൂരിറ്റി 40 മാർക്ക്. സോ ഇതാണ് ഇതിൻ്റെ മാർക്സ് ഡിവിഷൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്കണോമി ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടും നമുക്ക് ഒരുമിച്ച് എക്കണോമി ആൻഡ് അഗ്രികൾച്ചർ ജോഗ്രഫി അല്ലെങ്കിൽ എക്കണോമിക് അഗ്രികൾച്ചർ എങ്ങനെ വേണമെങ്കിലും കണക്കാക്കിയിട്ട് 95 മാർക്കാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ ഈ പേപ്പറിൻ്റെ അകത്ത്. അപ്പം ഇതുപോലെ തന്നെ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ കിട്ടും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഇവിടെ ഞാൻ ഇത് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് മാത്രമേ മാർക്കുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഒരു കോളം കൂടി ആഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് മാർക്ക് എന്നും കൂടി ആഡ് ചെയ്യാം. Q എന്നും M എന്നും മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് എത്രത്തോളം കിട്ടുന്ന കാര്യം. ക്വസ്റ്റ്യൻസ് നമ്പർ മാത്രം നോക്കിയിട്ടില്ലല്ലോ. 10 മാർക്കിൻ്റെ 3 ക്വസ്റ്റിനും 5 മാർക്കിന് 2 ക്വസ്റ്റിനും കിട്ടുന്ന സമയത്ത് രണ്ടിൻ്റെ 2 വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ പിന്നെ എഴുതി ഫലിപ്പിക്കാൻ വേണമല്ലോ അല്ലേ. നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മൾ എഴുതി ഫലിപ്പിക്കാനുള്ള വേർഡ് ലിമിറ്റ് നമ്മൾ കണ്ടെത്തിയിരിക്കണം. ക്വസ്റ്റ്യൻ എണ്ണം കണ്ടിട്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ 15 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അതായത് 250 വേർഡ്സ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് 250 വേർഡ്സ് തികക്കുന്ന ലെവലിൽ നമ്മൾ പഠിക്കണം, നല്ല കാര്യമുള്ളൂ. ഓക്കെ, സോ ദെൻ ഫൈനലി ദ പ്രിലിംസ് റിസർച്ച് വർക്കാണ്. പ്രിലിംസ് റിസർച്ച് വർക്കിലേക്ക് പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നതിൽ ഓൾറെഡി പറഞ്ഞു. പ്രിലിംസ് റിസർച്ച് വർക്കും ഏകദേശം ഇതുപോലെയാണ്. കുറച്ചുകൂടി എന്താണ് എക്സ്പെർട്ടൈസിൽ നിങ്ങൾ ചെയ്യേണ്ട വർക്കാണ് പ്രിലിംസ് റിസർച്ച് വർക്ക് എന്ന് പറയുന്നത്. കാരണം ഇതിൽ സിലബസ് പോർഷനോ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. ബട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് നമ്മളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ ഇത് പഴയ റിസർച്ച് വർക്കാണ്. പുതിയ റിസർച്ച് വർക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പം ഇപ്പോൾ അഗ്രികൾച്ചർ, എൻവയർമെൻറ്റ്, പ്ലാന്റ്, ക്രോപ്സ്, സ്കീംസ്, കൾട്ടിവേഷൻ, വെറ്റ്ലാൻഡ്സുകൾ, എൻവയർമെൻ്റ് ആണെങ്കിൽ വെറ്റ്ലാൻഡ്സ്, സ്കീംസ്, ഓർഗനൈസേഷൻസ്, നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, സ്പീഷീസിനെ പറ്റി ചോദിക്കുന്നുണ്ടോ, പൊല്യൂഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, എക്കോളജി, ക്ലൈമറ്റ് ചേഞ്ച്, ജോഗ്രഫി ആണെങ്കിൽ മാപ്പാണോ, എർത്തിനെ പറ്റിയിട്ടാണോ, ഫോറസ്റ്റോ, റിസോഴ്സ് ആണോ, ക്ലൈമറ്റോളജി, ഓഷ്യാനോഗ്രഫി, റിവേഴ്സ്, ഇന്ത്യൻ ഫിസിക്കൽ,
അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഏകദേശം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കാണാൻ പറ്റില്ല. മാപ്പിനെ പറ്റിയാണ് എല്ലാ വർഷവും ജോഗ്രഫിയിൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ UPSC ചോദിക്കാറുണ്ടോ. 7 ക്വസ്റ്റ്യൻസും 4 ക്വസ്റ്റ്യൻസും 5 ക്വസ്റ്റ്യൻസൊക്കെയാണ്. ഇപ്പോൾ 7 14 മാർക്ക്. അപ്പോൾ മാപ്പ് സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മാപ്പ് സ്റ്റഡീസ് ചോദിക്കും. 2022 7 ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത് മാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള. ഇപ്പോൾ സയൻസ് ആൻഡ് ടെക് ആണെന്നുണ്ടെങ്കിൽ റിസോഴ്സ് ഹ്യൂമൻ ടെക് ആണോ, ഡിസീസ് ആണോ ചോദിക്കുന്നത്, ഡിഫൻസ് ടെക്നോളജി ആണോ, സ്പേസ് ടെക്നോളജി ആണോ, ബയോടെക്നോളജി, നാനോ ടെക്നോളജി, ബേസിക്സ് ആണോ, കമ്മിറ്റി ആണോ, ടെക്നോളജിക്കൽ കമ്മിറ്റിനെ പറ്റിയിട്ടാണോ, അത് ഒരു തവണ മാത്രമേ ചോദിച്ചില്ല, പിന്നീട് ഇതിൽ ചോദിച്ചിട്ടില്ല. IT ആൻഡ് സൈബർ സെക്യൂരിറ്റിനെ പറ്റിയാണോ, 2022 ചോദിച്ചിട്ടുണ്ടായിരുന്നു 3 ക്വസ്റ്റ്യൻസൊക്കെ. അപ്പം ഇങ്ങനെ നിങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കും. ഇതിനെ കുറച്ചുകൂടി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ സാധനങ്ങൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് ഓക്കെ കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ എവിടെ ചോദിക്കുന്നു, ജോഗ്രഫിയിൽ ഏത് ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെ ഓരോന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. മിഡീവൽ ഹിസ്റ്ററി ഉണ്ട്, ആൻഷ്യന്റ് ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റി, ആർട്ട് ആൻഡ് കൾച്ചർ, എക്കണോമി, കറണ്ട് അഫയേഴ്സ്, എല്ലാ ഏരിയാസും ഉണ്ട്. അപ്പോൾ എല്ലാ ഏരിയാസും കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം. അപ്പം പൊളിറ്റിയിൽ നോക്കൂ, പൊളിറ്റിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം നോക്കൂ. നിങ്ങളൊന്ന് പ്രിലിംസിന് വെച്ച ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്ത് പാസ്സാവാനുള്ള മാർക്കിൽ തന്നെ കിട്ടും. 7, 12, 2, 13, 5, 7, 7, 8, 5, 7 ഒരു കണ്ടിന്യൂസ് ആയിട്ട് സാധനം ചോദിക്കുന്നത്. എക്കണോമിയിൽ നോക്കൂ, ടേംസ് ബേസ്ഡ് ആയിട്ടാണ്. ടേംസ് ആണ് UPSC ഏറ്റവും കൂടുതൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്താണ് എക്കണോമിയുടെ ടേംസ് ഡെഫിനിഷൻ പഠിച്ചാൽ മതി. ഇപ്പം CRR എന്ന് പറയും, ക്യാഷ് റിസർവ് റേഷ്യോ, റിപ്പോ റേറ്റ്. അപ്പോൾ UPSC ചോദിക്കുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് റിപ്പോ റേറ്റ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1, ഇൻക്രീസിങ് റിപ്പോ റേറ്റ് may increase inflation. Okay, then decreasing repo rate will cause inflation to commodities. And statement number 3, inflation control is managed by finance minister. 3 സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും. അപ്പം ആ ഇൻഫ്ലേഷൻ ഇപ്പോൾ ആ പറഞ്ഞത്, അപ്പോൾ റിപ്പോ റേറ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ അറിയുകയാണ് നമ്മൾ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞ് അത് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മാറും. അപ്പോൾ അതാണ് എക്കണോമിയിൽ നിങ്ങൾ പ്രിലിംസിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം പഠിച്ചാൽ മതി, വേറെ എങ്ങോട്ടേക്കും പോകണമെന്ന് വലിയ നിർബന്ധമില്ല. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഒരു സ്റ്റഡി മെത്തേഡ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ 5 days സിവിൽ സർവീസസ് വർക്ക്ഷോപ്പുകൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ എന്ന ലെവലിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ 5 വീഡിയോസുകളും കമൻറ്റ് ബോക്സിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ആസ്പിറൻസ് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ ആസ്പിറൻസിനും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ആസ്പിറൻസിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവരും പഠിക്കട്ടെ. എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ വീക്കർ സെക്ഷനിൽ നിന്ന് വരുന്ന ആളുകൾ പോലും സിവിൽ സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഡ്രീം അച്ചീവ് ചെയ്യട്ടെ നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ. അപ്പം നമ്മൾ പലപ്പോഴും നമ്മളൊരു പണ്ടൊരു ആസ്പിറൻസ് ആയിരുന്നു, ആ ആസ്പിറൻസ് കൂട്ടത്തിൽ നിന്നാണ് നിങ്ങൾ ഇന്ന് കാണുന്ന പല അക്കാദമികളും വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ആസ്പിറൻസ് സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് അത് മനസ്സിലാക്കിയിട്ടാണ്. അപ്പം നമ്മൾ നേരിട്ട് തന്നെ ഒരു ഫാക്കൽറ്റീസ് എന്ന ലെവലിലേക്ക് വരുന്നില്ല. അപ്പം ആസ്പിറൻ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്കത് ഡിഫിക്കൽട്ട് ആവും. കാരണം ഞാൻ ആ സിറ്റുവേഷനിലൂടെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ടീം പോയ സമയത്ത് ഞങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി മുന്നോട്ട് പോകുന്ന ഒരു ആസ്പിറൻസ് അത് ഫേസ് ചെയ്യരുത്. അത് കുറച്ചുകൂടി ഒന്ന് ഈസി ആയിട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു 5 days ഞാൻ പറഞ്ഞു. ഇങ്ങനെ സെഷനൊന്നും പ്രത്യേകിച്ചായിട്ട് ഒരു അക്കാദമിയും ഇവൻ ഒരു ഫീസ് പോലും വെക്കാതെയാണ് നമ്മൾ സെഷൻസ് വെച്ചിട്ടുള്ളത്. മിനിമം ഒരു 100 രൂപയെങ്കിലും ഫീസ് വെച്ചിട്ടൊക്കെയാണ് പല അക്കാദമികളും ചെയ്യുന്നത്. ഓക്കെ, ഫ്രീ എൻട്രിക്ക് കൊടുക്കുന്നത് ജസ്റ്റ് നിങ്ങൾ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും ഒരു വെബിനാർ സംഘടിപ്പിക്കും. എന്നിട്ട് അതിനകത്ത് എന്ത് പറഞ്ഞാലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും. സിവിൽ സർവീസ് നേടണം, അതാക്കണം, ഇതാക്കണം, വലിയ ഓഫീസേഴ്സൊക്കെ ഒന്ന് പറഞ്ഞുതരേ ചെയ്യും. ഇൻഡെപ്തായിട്ട് എന്ത് പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ സെഷൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് പ്ലാൻ ചെയ്തത് അതായിരുന്നു. ഒരു 5 days തന്നെ കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 days എന്ന് പറയുന്ന സമയത്ത് സ്റ്റുഡൻസ് നിൽക്കുന്നതന്നെ വളരെ കുറവായിരിക്കും അല്ലേ, ഭയങ്കര മടിയായിരിക്കും. ആർക്കും ഒരു മണിക്കൂർ കൊണ്ട് സിവിൽ സർവീസ് മൊത്തം കിട്ടുകയാണെങ്കിൽ അത്രയോ സന്തോഷം നിൽക്കുന്നത് ആസ്പിറൻസ് ആയിരിക്കും 90%. അപ്പം ഈ കംപ്ലീറ്റ് ഡേയ്സിൽ വല്ല മിസ്റ്റേക്സൊന്നും ഇല്ലാതെ കറക്റ്റ് അറ്റൻഡ് ആയിട്ടുള്ള ആസ്പിറൻസിനോടുകൂടി പറയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ആവുക. ഓക്കെ, നമ്മുടെ സെഷൻ എൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പറേഷൻ സ്ട്രോങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടാത്തൊന്നുമല്ല, കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് വരെ, അതായത് നിങ്ങളുടെ ഫാമിലി ലൈഫ് ഇനി അങ്ങോട്ടേക്കുള്ള എൻറ്റയർ സാധനം ഒരു 360 ഡിഗ്രിയിലേക്ക് നിങ്ങൾ മാറും. ഇവരുടെ എൻറ്റയർ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മാറും എന്ന് ഞാൻ ആദ്യമേ പറയാം. മോർ ദൻ നിങ്ങളൊരു മണി ഏണിങ്ങിനേക്കാൾ കൂടുതൽ നിങ്ങളൊരു ബ്യൂറോക്രാറ്റിക് പൊസിഷനിലേക്ക് എത്തുകയും കൂടി ചെയ്യണം. നിങ്ങൾ IT കമ്പനിക്ക് ഇപ്പോൾ പണിയെടുത്താൽ ചിലപ്പോൾ 2 ലക്ഷം 3 ലക്ഷം സാലറി ഇട്ടിരിക്കും, നിങ്ങൾ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ മാറിയിരിക്കും. അപ്പോൾ നിങ്ങൾ ബ്യൂറോക്രാറ്റിക് പവറിലേക്ക് എത്തുകയും കൂടി ചെയ്യണം. ഇപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് വരും ഈ ഒരു സർവീസിലൂടെ എത്തുന്ന സമയത്ത്. സോ ആസ്പിറൻസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കൺസിസ്റ്റൻസി വിടരുത്. ഇന്ന് നിങ്ങളൊരു 4 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ അടുത്ത 365 ദിവസം വരുന്ന സമയത്ത് അന്നും നിങ്ങളിതുപോലെ പഠിച്ചിരിക്കണം. ഓക്കെ, ഒരിക്കലും ആദ്യത്തെ ദിവസം ഒരുപാട് ഇരുന്ന് പഠിക്കുക പിന്നീട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക, അതൊന്നും ഉണ്ടാകരുത്.
നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിന് തന്നെ വ്യക്തമായ സ്മാർട്ട് സ്ട്രാറ്റജി, അതായത് ലൈഫ് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും. UPSC പഠിത്തം എന്ന് കരുതിയിട്ട് ഫ്രണ്ട്സോ ഫാമിലിയോ അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് പോകുന്ന കാര്യങ്ങളൊന്നും കോംപ്രമൈസ് ചെയ്യും. ബിക്കോസ് നമ്മളും ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആണ്, നമുക്കും ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഇതൊന്നും ഒഴിവാക്കണം ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ സർവീസിലേക്ക് എത്താൻ പറ്റുന്ന ലെവലിൽ സ്മാർട്ട് ടെക്നോളജി, സ്മാർട്ട് സ്റ്റഡി നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കുക. നമ്മൾ ഇത്ര പറഞ്ഞതിനകത്ത് സ്മാർട്ട് സ്റ്റഡി പ്ലാനാണ്. അതിനെ വെച്ച് നിങ്ങൾ സ്ട്രാറ്റജി മേക്ക് ചെയ്യുക. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡീസ് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ഓക്കെ, എനിവേ താങ്ക് യു. 5 days കൂടെ ഉണ്ടായിരിക്കുന്ന എല്ലാ ആസ്പിറൻസിനോടും വൺസ് അഗെയിൻ താങ്ക് യു ഫ്രം വൺ ഐസ് അക്കാദമി ടീം. സോ ഇൻ ഫ്യൂച്ചർ നിങ്ങൾ സർവീസിലേക്ക് എത്തുന്ന രീതിയിൽ കാണാൻ പറ്റട്ടെ. അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്കിതൊരു ഉപകാരമായി എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളെപ്പറ്റി പറയാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ ദ ഡേ. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.